Hi viewers, welcome to the session. The topic for the day is Towards Feminist Poetics by Showalter. And this is a very interesting essay from the part of feminist literary criticism. So at first let us see more about Showalter. She was born in 1941 and she is almost 80 years old now. She is an American literary critic and feminist. So she is from America. She is both a critic and a feminist. And she is one of the founders of feminist literary criticism in US. യുഎസിലെ ഫെമിനിസ്റ്റ് ലിറ്റററി ക്രിറ്റിസിസത്തിന് തുടക്കം കുറിച്ചൊരു വ്യക്തി കൂടിയാണ് എലൈൻ ഷോൾട്ടർ. And she was born on 21st January 1941, Cambridge, Massachusetts. Okay, and some of her major works include a literature of their own, British women novelists from Bronte to Lessing. Actually, it was a research work ആയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് ലിറ്ററേച്ചർ ഓഫ് ദെയർ ഓൺ, British women novelists from Bronte to Lessing, 1978. The Female Malady, Women, Madness and English Culture, Sexual Anarchy, Gender and Culture at the Findaisical, Histories, Historical Epidemics and Modern Media. ആക്ച്വലി അവരുടെ ഒരു റിസർച്ച് ഏരിയ അല്ലെങ്കിൽ ഒരു റിസർച്ച് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് തന്നെ ഹിസ്റ്റീരിയാസ് ആണ്. ഹിസ്റ്റീരിയ ആൻഡ് മാഡ്നസ് അതായിരുന്നു അവരുടെ ഒരു റിസർച്ച് ഏരിയ എന്ന് പറയുന്നത്. Okay, then comes one another important work, Teaching Literature in 2003. Teaching Literature. അമേരിക്കൻ പെഡഗോജിയിൽ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് ടീച്ചിങ് ലിറ്ററേച്ചർ 2003 ആ ഒരു വർക്ക്. ദെൻ കംസ് അനദർ വർക്ക്, ജൂറി ഓഫ് എ പേയേഴ്സ്, American women writers from Annie Bradstreet to Annie Prolix in 2009. And now comes The Civil Wars of Julia Wardhoe. So these are some of her works. Now let us see some of her major works which have some major themes. Okay, so അതിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ചില വർക്ക്സ് തന്നെയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരു വർക്കാണ് ടുവേർഡ്സ് എ ഫെമിനിസ്റ്റ് പോയറ്റിക്സ് എന്നുള്ള ഒരു വർക്ക്. 1979 ഈ ഒരു വർക്കിലാണ് ആക്ച്വലി അവർ കോൺസെപ്റ്റ് ഓഫ് ഗൈനോക്രിറ്റിസിസം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു വർക്കിലൂടെയാണ്, ടുവേർഡ്സ് എ ഫെമിനിസ്റ്റ് പോയറ്റിക്സ് എന്നുള്ള വർക്കിലൂടെയാണ്. Then one another work, The Female Malady, Women, Madness and English Culture എന്നുള്ള ഒരു വർക്ക്. അതിൽ ശരിക്കും വരുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് എ ഹിസ്റ്റോറിക്കൽ അനാലിസിസ് ഓഫ് വിമൻ ആൻഡ് ദ പ്രാക്ടീസ് ഓഫ് സൈക്കാട്രി. അപ്പോൾ ആ ഒരു തീം വരുന്ന ഒരു വർക്കാണ് ദ ഫീമെയിൽ മാലിറ്റി. Then comes one another work, Sexual Anarchy, Gender and Culture at the Findaisical. It explores a cultural history of women's experience, focusing on the psychology of gender in 1890s. അപ്പോൾ 1890s ആ ഒരു ജെൻഡർ സൈക്കോളജി അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ആ ഒരു കൾച്ചറൽ ഹിസ്റ്ററി അത് എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു വർക്കായിരുന്നു സെക്ഷൽ അനാർക്കി. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണ്. Then comes another work, Histories, Historical Epidemics and Modern Media. Topics of discussion include Gulf War syndrome, record memory, satanic ritual abuse and alien abduction. സോ അത്തരം ഹിസ്റ്റീരിയാസ് അതെല്ലാം വരുന്ന ഒരു വർക്കാണ് ഹിസ്റ്ററിക്കൽ എപ്പിഡമിക്സ് എന്നുള്ളത്. അവരുടെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അവരുടെ റിസർച്ച് ഏരിയ എന്ന് പറയുന്നത് തന്നെ ഹിസ്റ്ററീസ് ആൻഡ് മാഡ്നസ് എന്നുള്ള ഒരു ഏരിയയാണ്. And some other works include Inventing Herself, Claiming a Feminist Intellectual Heritage, The New Feminist Criticism in 1985, and Daughters of Decadence, Women Writers of Findaisical. So these are some other works. ഇതിൽ ന്യൂ ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം എന്നുള്ള വർക്കിലാണ് ഇത് 1985 രണ്ടാമത് വീണ്ടും റീപ്രിൻ്റ് ചെയ്ത് വന്നിരുന്നത്. ഈ ഒരു ന്യൂ ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം എന്നുള്ള വർക്കിലാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ടുവേർഡ്സ് എ ഫെമിനിസ്റ്റ് പോയറ്റിക്സ്. ഓക്കെ, and feminist criticism started as a revolt against male domination in literature. Behind it lies 2 centuries of struggle for the recognition of women's social and political rights. നമുക്കറിയാലോ ഫെമിനിസം എന്ന് പറയുമ്പോൾ തന്നെ എന്താ, പുരുഷാധിപത്യത്തിന് എതിരായിട്ടുള്ള ഒരു റിവോൾട്ട് ആയിട്ട് വരുന്ന ഒരു അതിനെതിരെയുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രക്ഷോഭമായിട്ടാണ് ഫെമിനിസം എമേർജ് ചെയ്യുന്നത്. നമ്മളതിനെക്കുറിച്ച് കണ്ടതാണ് ഡീറ്റെയിൽ ആയിട്ട്. ഫെമിനിസം എന്താണ്, ഓരോ ഫേസസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ വേവ്സ് അല്ലേ, ഫസ്റ്റ് വേവ് ഫെമിനിസം, അങ്ങനെ നമ്മൾ ഓരോ വേവ്സിനെ കുറിച്ചൊക്കെ കണ്ടു. അപ്പോൾ ശരിക്കും ഒരുപാട് ടൈം എടുത്തുകൊണ്ട് ഇതിനെതിരെ പ്രക്ഷോഭങ്ങളും അതിനെതിരെ ആയിട്ട് ഒരുപാട് കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് ആക്ച്വലി ഇങ്ങനെ ഒരു ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം എന്ന ഒരു ഇതിലേക്ക് എത്തിയത്, ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിച്ചേർന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ഇറ്റ് ലൈസ് 2 centuries ഓഫ് സ്ട്രഗിൾ ഫോർ ദ റെക്കഗ്നീഷൻ ഓഫ് വിമൻ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്. അപ്പോൾ സ്ത്രീകളിനെ അംഗീകരിക്കുക, സൊസൈറ്റിയിൽ അവർക്ക് ഒരു അംഗീകാരം അല്ലെങ്കിൽ അവർക്ക് പുരുഷനോടൊപ്പം തന്നെയുള്ള ഒരു അവരെയും റൈറ്റ് ടു വോട്ട് എല്ലാ കാര്യങ്ങളിലും അവരെ അംഗീകരിക്കുക എന്നുള്ളതിലേക്ക് എത്തിച്ചേരുന്നത് ഒരുപാട് കാലത്തെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ്. ആൻഡ് ദ ബേസിക് വ്യൂ ഓഫ് ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം ഈസ് ദാറ്റ് വെസ്റ്റേൺ സിവിലൈസേഷൻ ഈസ് പെർവസീവ്ലി പാട്രിയാർക്കൽ. The prevailing concepts of gender are largely cultural constructs generated by the pervasive patriarchal biases
and that patriarchal ideology pervades those writings which have been traditionally considered great literature. അപ്പോൾ ശരിക്കും ഇങ്ങനെ ഒരു ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം ലിറ്ററേച്ചറിൽ ശരിക്കും ഇങ്ങനെ ഒരെണ്ണം വരാനുള്ള കാര്യം തന്നെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ വെസ്റ്റേൺ സിവിലൈസേഷൻ, വെസ്റ്റേൺ കൾച്ചർ എന്നൊക്കെ പറയുമ്പോൾ അത് കൂടുതൽ ഒരു പാട്രിയാർക്കൽ നേച്ചർ ഉള്ളതാണ്. എന്താ പാട്രിയാർക്കി എന്ന് പറയുമ്പോൾ നമുക്കറിയാം മെയിൽ ഡോമിനേഷനാണ്, അതായത് പുരുഷന്മാർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക അല്ലേ. ഇപ്പോൾ ഒരു സൊസൈറ്റിയിൽ ഒരു ഹൈറാർക്കി എന്ന് പറയുമ്പോൾ അവിടെ സെക്ഷൽ ഹൈറാർക്കി വെച്ചിട്ട് പുരുഷന്മാരായിരിക്കും എപ്പോഴും സ്ത്രീകളിനേക്കാളും ഉന്നതയിൽ നിൽക്കുന്ന ഒരു സ്ഥാനം നൽകുന്നത്. അപ്പോൾ അത്തരം ഒരു കോൺസെപ്റ്റാണ് പാട്രിയാർക്കി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിൽ വരുന്ന ഒരു സിവിലൈസേഷൻ തന്നെയാണ്, അല്ലെങ്കിൽ അത്തരം ഒരു സമ്പ്രദായമാണ് വെസ്റ്റേൺ സിവിലൈസേഷൻ്റേത്. അതുകൊണ്ട് തന്നെ ദ പ്രിവെയിലിംഗ് കോൺസെപ്റ്റ്സ് ഓഫ് ജെൻഡർ ആർ ലാർജ്ലി കൾച്ചറൽ കോൺസ്ട്രക്ട്സ് ജനറേറ്റഡ് ബൈ ദ പെർവേസീവ് പാട്രിയാർക്കൽ ബയസസ്. അതെന്താ ഇവിടെ ഉദ്ദേശിച്ചത്? നമുക്കറിയാം ആക്ച്വലി സെക്സ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ബയോളജിക്കൽ, ബട്ട് ജെൻഡർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സോഷ്യൽ കൺസ്ട്രക്റ്റ്, അതായത് സൊസൈറ്റി ഉണ്ടാക്കുന്നതാണ്. സൊസൈറ്റി അല്ലെങ്കിൽ സൊസൈറ്റിയിലെ ഇൻഡിവിജ്വൽസ് ആണ് ഇത്തരം നിയമങ്ങൾ അല്ലെങ്കിൽ ഇത്തരം നോംസ് സെറ്റ് ചെയ്യുന്നത്. സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചെയ്യണം, അവർ അടുക്കളയിൽ ഒതുങ്ങി നിൽക്കുന്നവരാകണം, അവരല്ലെങ്കിൽ അവർ സൊസൈറ്റിയിൽ പുരുഷന്മാരുടെ താഴെ നിൽക്കുന്നവരാവണം, അവരെ ഒബേ ചെയ്യുന്നവരാവണം, അടുക്കും ചിട്ടയോടും കൂടി നിൽക്കുന്നവരാവണം. അപ്പോൾ അവർക്ക് പുറത്തേക്ക് ഇറങ്ങാനോ ഒരുപാട് പ്രതിഷേധങ്ങൾ അർപ്പിക്കാനോ ഉള്ള ഒരു അവസരം ഉണ്ടാകരുത് എന്നുള്ള കുറേ നോംസ് അല്ലെങ്കിൽ ഇത്തരം സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത് ശരിക്കും അവർ ജീവിക്കുന്ന സൊസൈറ്റി തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ജെൻഡർ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ ഒരു ജെൻഡർ കൺസ്ട്രക്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ മെയിൽ ആൻഡ് ഫീമെയിൽ ജെൻഡർ എന്ന് പറയുമ്പോൾ മെയിൽ ഇങ്ങനെ ആവണം, ഫീമെയിൽസ് എന്ന് പറയുമ്പോൾ ഇന്ന രീതിയിലാകണം എന്നുള്ളത് ഒരു സൊസൈറ്റി കൽപ്പിക്കുന്ന നിയമങ്ങളാണ്. ഓക്കെ, അതൊരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ്. അപ്പോൾ സൊസൈറ്റിയുടെ ചിന്ത മാറുന്നതിനനുസരിച്ച് ശരിക്കും ആ ജെൻഡർ എന്നുള്ള അതിൻ്റെ നോംസിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് ദ പ്രിവെയിലിംഗ് കോൺസെപ്റ്റ്സ് ഓഫ് ജെൻഡർ ആർ ലാർജ്ലി കൾച്ചറൽ കോൺസെപ്റ്റ് ജനറേറ്റഡ് ബൈ ദ പെർവേസീവ് പാട്രിയാർക്കൽ ബൈസസ്. അപ്പോൾ ആ ഒരു പാട്രിയാർക്കൽ ബൈസസ് അല്ലെങ്കിൽ ആ പാട്രിയാർക്കി മെയിൽ ഡോമിനൻറ്റ് സൊസൈറ്റിയിൽ മെയിൽസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മെയിലിനാണ് പവർ എന്ന്, പുരുഷന്മാർക്കാണ് കൂടുതൽ ആധിപത്യം അല്ലെങ്കിൽ അവർക്കാണ് കൂടുതൽ പവർ എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ചിന്തയോട് കൂടിയിട്ടാണ് ഇത്തരം ഒരു ജെൻഡർ കൺസ്ട്രക്റ്റ് വന്നിരിക്കുന്നത്. And that the patriarchal ideology pervades those writings which have been traditionally considered great literature. അത് മാത്രമല്ല, നമ്മൾ സാഹിത്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലെ ലിറ്ററേച്ചറിൽ വളരെ നല്ല വർക്ക്സ് ആയിട്ട് എടുക്കുമ്പോൾ ഒരുപാട് ലിറ്റററി ടെക്സ്റ്റിൽ എല്ലാം വരുന്നത് എന്താ, ഈ രീതിയിലുള്ള ഒരു പാട്രിയാർക്കൽ വ്യൂ ആണ്. അവരുടേതായിട്ടുള്ള പുരുഷന്മാരുടേതായിട്ടുള്ള ആ ഒരു ചിന്താഗതിയിലാണ് അവർ പലതും എഴുതി കൂട്ടിയിരിക്കുന്നത്. അതിനെ തന്നെയാണ് ഇന്ന് സമൂഹം വളരെ നല്ല രീതിയിൽ അംഗീകരിക്കുന്നതും. ട്രഡീഷണലി ഇറ്റ് ഈസ് കൺസിഡേർഡ് ഗ്രേറ്റ് ലിറ്ററേച്ചർ, പലതും വളരെ നോബൽ ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഗ്രേറ്റ് ലിറ്ററേച്ചറായിട്ട് കൺസിഡർ ചെയ്യുന്നത് ആ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ ആ ഒരു ചിന്താഗതിയിൽ നിന്നുകൊണ്ട് എഴുതിയിട്ടുള്ള റൈറ്റിങ്സിനെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഇതിനെതിരായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരാൻ ഒരുപാട് ശ്രമങ്ങൾ നടന്നത്. ഓക്കെ, and contemporary feminist criticism obviously derived its original impetus from the women's liberation movement of the late 1960s. Mary Ellman's Thinking About Women in 1968 and Kate Millett's Sexual Politics in 1970. അപ്പോൾ ശരിക്കും ഈ ഒരു ഇതിലേക്ക് ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് എത്താനായിട്ട് ഒരുപാട് സെഞ്ചുറീസ് എൻ്റെ ഒരു സ്ട്രഗിൾ തന്നെ വേണ്ടി വന്നു. അപ്പോൾ അതിൽ ഒരുപാട് വർക്ക്സ് എല്ലാം കൊണ്ടുവരാൻ ശ്രമിച്ചു കുറേ സ്ത്രീകൾ തന്നെ. ഓക്കെ, അപ്പോൾ അതിൽ 1960s മേരി എൽമാൻ്റെ ഈ ഒരു വർക്ക് തിങ്കിങ് അബൌട്ട് വിമൺ, അതുപോലെ തന്നെ കെയ്റ്റ് മില്ലറ്റിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് സെക്ഷൽ പൊളിറ്റിക്സ്. ഇതെല്ലാം ശരിക്കും ഈ ഒരു രീതിയിലുള്ള ഫെമിനിസ്റ്റ് ക്രിറ്റിസിസത്തെ കുറച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ച ഒരു പയനറിങ് ബുക്സ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നതാണ്. ദ ഇനീഷ്യൽ എഫേർട്ട് ഓഫ് ഫെമിനിസ്റ്റ് critics was to revise orthodox male literary history, exposing sexual stereotyping in canonical texts and reinterpreting or reviving the work of women writers. അപ്പോൾ ശരിക്കും ഈ ഒരു ഫെമിനിസ്റ്റ് ക്രിറ്റിക്സ് എന്ന് പറയുമ്പോൾ ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം വന്നതോടെ ഫെമിനിസ്റ്റ് ക്രിറ്റിക്സിൻ്റെ ഏറ്റവും ഫസ്റ്റ് എഫേർട്ട് അല്ലെങ്കിൽ അവർ ആദ്യമായിട്ട് ചെയ്യാൻ ശ്രമിച്ചത് എന്താണെന്ന് വെച്ചാൽ ദേ ട്രൈ ടു റിവൈസ് ദ ഓർത്തഡോക്സ് മെയിൽ ലിറ്റററി ഹിസ്റ്ററി. ഇപ്പോൾ നമുക്കറിയാം പണ്ടുള്ള ലിറ്ററേച്ചറൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ വളരെ ചെറിയ നമ്പേഴ്സ് മാത്രമാണ് ഫീമെയിൽ റൈറ്റേഴ്സിനെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ശരിക്കും നമ്മൾ ഹിസ്റ്ററിയുടെ ഏറ്റവും ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ സെഞ്ചുറീസ് ബാക്ക് നമ്മൾ തിരിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ റൈറ്റിങ്സ് കൂടുതലായിട്ട് കാണുന്നത് മെയിൽ റൈറ്റേഴ്സ് തന്നെയാണ്. അപ്പോൾ അവരുടെ വർക്ക്സിൽ ആ ഒരു മെയിൽ പേഴ്സ്പെക്റ്റീവ് വെച്ചുകൊണ്ടാണ് അവർ പല കാര്യങ്ങളും ചിത്രീകരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ദേ ആർ ട്രൈയിങ് ടു എക്സ്പോസ് സെക്ഷൽ സ്റ്റീരിയോ ടൈപ്പിംഗ്
ഓക്കെ, ഈ ഒരു സെക്ഷൽ സ്റ്റീരിയോടൈപ്പിംഗ് എന്ന് പറയുമ്പോൾ ഈ രീതിയിൽ തന്നെ സ്റ്റീരിയോടൈപ്പിംഗ് വിമൻ, അതായത് സ്ത്രീ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം, അടങ്ങി ഒതുങ്ങി വീടിൻ്റെ ഉള്ളിൽ കുട്ടികളെ എല്ലാവരെയും നോക്കി ഡൊമസ്റ്റിക് വർക്ക്സ് എല്ലാം ചെയ്തുകൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു കൂട്ടം വ്യക്തികൾ. ഓക്കെ, അപ്പോൾ അവർക്ക് അത്ര തന്നെ സ്വാതന്ത്ര്യം നൽകുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് പുറത്തേക്ക് ഇറങ്ങാനോ പ്രതിഷേധങ്ങൾ ചെയ്യാനോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ അതിനെ പ്രതിഷേധിക്കാനുള്ള ഒരു തരത്തിലുള്ള റൈറ്റ്സും അവർക്ക് നൽകുന്നില്ല. അപ്പോൾ അത്തരം സ്റ്റീരിയോടൈപ്സ് ആയിട്ടാണ് ഈ വർക്കിലൂടെ എല്ലാം ആ ഒരു പണ്ട് മുതലുള്ള വർക്ക് നമ്മൾ എടുത്ത് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകളെ അത്തരത്തിൽ സ്റ്റീരിയോടൈപ്പ് ചെയ്തത് നമുക്ക് കാണാം. അത് പ്രത്യേകിച്ചും ഇത്തരം കാനോണിക്കൽ ടെക്സ്റ്റിൽ, അതായത് റൂൾസ് അല്ലെങ്കിൽ നോംസ്, അതുപോലെ ചേർച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബുക്സിലുമെല്ലാം ഇത്തരം റൈറ്റിങ്സ് ആണ്, ഈ ഒരു സ്റ്റീരിയോടൈപ്പിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഇവരുടെ ഒരു ഇനീഷ്യൽ എഫേർട്ട് എന്ന് പറയുന്നത്, ഫെമിനിസ്റ്റ് ക്രിറ്റിക്സിൻ്റെ ഒരു ഇനീഷ്യൽ എഫേർട്ട് എന്ന് പറയുന്നത് ഇതിനെ റിവൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു ഓർത്തഡോക്സ് തിങ്കിങ് അതിനെ റിവൈസ് ചെയ്യുക, അതേപോലെ തന്നെ റീഇൻറ്റർപ്രറ്റിംഗ് ഓർ റിവൈവിങ് ദ വർക്ക് ഓഫ് വിമൻ റൈറ്റേഴ്സ്. മുന്നേ എഴുതിയിരുന്ന ഒരുപാട് വർക്ക്സ് അല്ലെങ്കിൽ റൈറ്റേഴ്സിൻ്റെ ഒരുപാട് വർക്ക്സ് എല്ലാം നിഗ്ലക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം വർക്ക്സ് റീഡിസ്കവർ ചെയ്യുക, അതിനെ തിരിച്ചു കൊണ്ടുവരിക, അതിനെ വീണ്ടും റീഇൻറ്റർപ്രറ്റ് ചെയ്യുക, ഇതൊക്കെയാണ് ഇവർ ആക്ച്വലി ശ്രമിച്ചിരുന്നത്. ഓക്കെ, ഫെമിനിസ്റ്റ് ക്രിറ്റിക്സ് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ജനറൽ ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ സംസാരിച്ചത്. ഇനി നമ്മൾ കാണാൻ പോകുന്ന എലൈൻ ഷോവാൾട്ടറിൻ്റെ ഈ ഒരു വർക്കിനെ കുറിച്ച് തന്നെയാണ്. എലൈൻ ഷോവാൾട്ടർസ് എ ലിറ്ററേച്ചർ ഓഫ് ദിയർ ഓൺ വാസ് എ മേജർ contribution to this project. But the late 1970s, it seemed to her that the feminist criticism had reached a theoretical impasse. സോ എ ലിറ്ററേച്ചർ ഓഫ് ദെയർ ഓൺ എന്നുള്ള അവരുടെ ഈ ഒരു വർക്ക്, ഓക്കെ, എലൈൻ ഷോൾട്ടറിൻ്റെ എ ലിറ്ററേച്ചർ ഓഫ് ദെയർ ഓൺ എന്നുള്ള വർക്ക് ശരിക്കും ഈ ഒരു ഫെമിനിസ്റ്റ് ക്രിറ്റിസിസത്തിലേക്ക് ലഭിച്ച ഒരു വലിയൊരു കോൺട്രിബ്യൂഷൻ തന്നെയായിരുന്നു, വലിയൊരു സംഭാവനയായിരുന്നു. പക്ഷേ 1970s ഒക്കെ ആയതോടുകൂടി ആക്ച്വലി എലൈൻ ഷോവാൾട്ടറിന് തന്നെ തോന്നി ഇതിൻ്റെ ഒരു തിയററ്റിക്കൽ ഇമ്പാക്ട്സ്, അതായത് സഡൻ ആയിട്ട് ഇതിന് ഒരു നല്ലൊരു മൂവ്മെൻറ്റ് ഇല്ലാത്തതുപോലെ, അല്ലെങ്കിൽ ഒരു സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ളൊരു ഫീലിംഗ്, എങ്ങോട്ടും മൂവ് ചെയ്യാതെ അതിങ്ങനെ സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിൽക്കുന്നത് പോലുള്ള ഒരു ഫീലിംഗ് ആക്ച്വലി എലൈൻ ഷോവാൾട്ടറിന് തോന്നുന്നുണ്ടായി. അവരതിനെ പറയുന്ന തിയററ്റിക്കൽ ഇമ്പാസ് എന്നുള്ളതാണ്. അപ്പോൾ ഫെമിനിസം എന്നുള്ളത് എന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടുള്ള ഒരു എംപാസ് അല്ല. ഓക്കെ, തിയററ്റിക്കൽ എംപാസ് എന്ന് പറയുമ്പോൾ അവിടെ തിയറി വെച്ചുകൊണ്ട് എന്താണ് ഫെമിനിസം, എന്താണ് ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം എന്ന് ഡിഫൈൻ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടുള്ള ഒരു സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള അവസ്ഥയല്ല. പക്ഷെ അതിനുള്ളിൽ ചില പ്രശ്നങ്ങൾ നിൽക്കുന്നത് കൊണ്ട് തന്നെ അത് ഒരു സ്റ്റാഗ്നൻ്റ് ആയ അവസ്ഥയിൽ വരുന്നത് പോലെ അവർക്ക് തോന്നുകയാണ്. ഓക്കെ, ആൻഡ് ഇൻ എ ലെക്ചർ ഡെലിവേർഡ് ഇൻ 1978, അപ്പോൾ ആ തോന്നൽ കൊണ്ടായിരിക്കാം 1978 അവർ നടത്തുന്ന ഒരു പ്രഭാഷണത്തിൽ, അതിൻ്റെ ടൈറ്റിൽ എന്തായിരുന്നു, ടുവേർഡ്സ് എ ഫെമിനിസ്റ്റ് പോളിറ്റിക്സ്. അതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു എസ്സേ, ടുവേർഡ്സ് എ ഫെമിനിസ്റ്റ് പോളിറ്റിക്സ് എന്നുള്ള ഒരു ലെക്ചർ അവർ ഡെലിവർ ചെയ്യുകയുണ്ടായി. And it was published in Women's Writing and Writing About Women, edited by Mary Jacobus in 1979, and reprinted in the New Feminist Criticism, edited by Elaine Showalter in 1985. അപ്പോൾ ഇത് രണ്ടും ഓർത്തു വയ്ക്കണം. ടുവേർഡ്സ് എ ഫെമിനിസ്റ്റ് പോളിറ്റിക്സ് എന്നുള്ളത് ലെക്ചറായിട്ട് ഡെലിവർ ചെയ്തതാണ് 1978. അത് 1979 മേരി ജക്കോബസ് എഡിറ്റ് ചെയ്തുകൊണ്ട് വിമൻസ് റൈറ്റിംഗ് ആൻഡ് റൈറ്റിംഗ് അബൌട്ട് വിമൻ എന്നുള്ളതിൽ പബ്ലിഷ് ചെയ്യേണ്ടായി. പിന്നീട് വീണ്ടും അത് റീപ്രിൻ്റ് ചെയ്തു. ഓക്കെ, എലൈൻ ഷോൾട്ടർ തന്നെ എഡിറ്റ് ചെയ്തിട്ടുള്ള ദ ന്യൂ ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം എന്നുള്ള വർക്കിൽ പിന്നീട് 1985 ഇത് വീണ്ടും പബ്ലിഷ് ചെയ്ത് അല്ലെങ്കിൽ റീപ്രിൻ്റ് ചെയ്ത് വരികയാണ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ആ രണ്ടും ഓർത്ത് വെക്കണം, 1979 and 1985. ഓക്കെ, and she attributed this impasse to the essentially male character of theory itself as practiced and professionally institutionalized in the academy. അപ്പോൾ ഈ ഒരു തിയറിറ്റിക്കൽ ഇമ്പാസിനെ കുറിച്ച് ആക്ച്വലി അവർ ആ ഒരു ലെക്ചറിലും ഡെലിവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ഈ ഒരു വർക്ക് തന്നെ ആക്ച്വലി ഇങ്ങനെ ഒരിക്കലും സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിൽക്കരുത്. ലിറ്റററി ക്രിറ്റിസിസം അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം എന്ന് പറയുന്നത് നിൽക്കേണ്ട ഒന്നല്ല, അത് മൂവ് ചെയ്യണം കണ്ടിന്യൂസ് ആയിട്ട്. കാരണം ഒരുപാട് സെഞ്ച്വറീസ് മുന്നേ തന്നെ നടന്ന കുറേ എഫേർട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടായത്. അപ്പോൾ ഇനിയും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു അറിവ് എല്ലാവർക്കും, അവയർനെസ് എല്ലാവരിലേക്കും സ്പ്രെഡ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെ ആയിരിക്കണം അവരിങ്ങനെ ഒരു ലെക്ചർ ഡെലിവർ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ, so in this essay towards a feminist poetics, Elaine Showalter advocates a new way of reading. അപ്പോൾ ഒരു പുതിയ വേ ഓഫ് റീഡിങ്ങിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു വർക്കിൽ ടുവേർഡ്സ് എ ഫെമിനിസ്റ്റ് പോളിറ്റിക്സ് എന്നുള്ള ഈ ഒരു വർക്കിൽ ദ ഓതർ ട്രേസസ് എ ഹിസ്റ്ററി ഓഫ് വിമൻസ് ലെക്ചർ ആൻഡ് ഡിവൈഡ്സ് ഇറ്റ് ഇൻ ടു 3 phases: ഫെമിനൈൻ, ഫെമിനിസ്റ്റ് ആൻഡ് ഫീമെയിൽ ഫേസ്. അപ്പോൾ ഈ ഫേസസിനെ കുറിച്ച് ആക്ച്വലി ദ ലിറ്ററേച്ചർ എന്നുള്ള അവരുടെ ഇതിനു മുന്നുള്ള ഒരു വർക്ക് ഉണ്ടല്ലോ, എ ലിറ്ററേച്ചർ ഓഫ് ദിയർ ഓൺ. ഓക്കെ, ആ ഒരു വർക്കിൽ അവർ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ് ഓൾറെഡി ഫേസസിനെ കുറിച്ച്. അത് വീണ്ടും ഇവിടെ ടുവേർഡ്സ് എ ഫെമിനിസ്റ്റ് പോളിറ്റിക്സ് എന്നുള്ള വർക്കിലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ 3 ഫേസസിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ഓരോ ടൈം പീരീഡ്സ് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടാണ് ആ ഓരോ ടൈം പീരീഡിലും എന്തെല്ലാം ചേഞ്ചസ് വന്നിട്ടുണ്ട്, ലിറ്റററി ക്രിറ്റിസിസത്തിൽ എന്തെല്ലാം ചേഞ്ചസ് വരുന്നുണ്ട്
എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ അവർ ആ ഫേസസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു എസ്സേ സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്ച്വലി ഇവിടുന്ന് മുതൽക്കാണ്. അപ്പോൾ ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2 വെറൈറ്റീസ്. അപ്പോൾ ഇവർ പറയുന്നു ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം എന്ന് പറയുമ്പോൾ ആക്ച്വലി അതിനെ 2 രീതിയിലാണ് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ 2ആയിട്ട് തരംതിരിക്കാം. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഇസ് ഫെമിനിസ്റ്റ് ക്രിട്ടിക് ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ഗൈനോ ക്രിറ്റിക്സ്. അപ്പോൾ ഇതാണ് ആദ്യം ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ ഇവിടെ ലൈൻ ഷോൾട്ടർ ടുവേർഡ്സ് എ ഫെമിനിസ്റ്റ് പോളിറ്റിക്സ് എന്നുള്ള എസ്സേ തുടങ്ങുമ്പോൾ തന്നെ പറയുന്നു ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം ഇസ് ഡിവൈഡഡ് ഇൻ ടു 2 വെറൈറ്റീസ്. ദ ഫസ്റ്റ് വെറൈറ്റി ദ ഫസ്റ്റ് വൺ ഇസ് ഫെമിനിസ്റ്റ് ക്രിട്ടിക് ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ഗൈനോ ക്രിട്ടിക്. അപ്പോൾ ഇനി എന്താ ഇതെന്ന് നമ്മൾ നോക്കാം. അപ്പോൾ ഇതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ എന്താ, ഇറ്റ് ഈസ് കൺസേൺ വിത്ത് വുമൻ ആസ് റീഡർ ഓഫ് മെയിൽ പ്രൊഡ്യൂസ്ഡ് ലിറ്ററേച്ചർ. മെയിൽ പ്രൊഡ്യൂസ്ഡ് ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ എന്താ, പുരുഷന്മാരുണ്ടാക്കിയിട്ടുള്ള ടെക്സ്റ്റ്, ലിറ്റററി ടെക്സ്റ്റ്, അതിൻ്റെ റീഡേഴ്സ് മാത്രമാണ് ഇവിടെ സ്ത്രീകൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം എന്നുള്ള ഫസ്റ്റ് വെറൈറ്റി എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ വിമൺ എന്ന് പറയുമ്പോൾ അത്ര ആക്റ്റീവ് റോൾ അല്ല, ദേ ആർ ഹാവിങ് പാസീവ് റോൾ ഓർ ദേ ആർ ആക്ച്വലി ലൈക്ക് കൺസ്യൂമേഴ്സ്. ഓക്കെ, മെയിൽ പ്രൊഡ്യൂസ്ഡ് ലിറ്ററേച്ചർ വായിക്കുന്നവർ മാത്രമാണ് ഇവിടെ ഈ ഒരു ഫസ്റ്റ് ടൈപ്പിൽ വരുന്നത്. ഓക്കെ, ഷോൾട്ടർ കോൾസ് ദിസ് കൈൻഡ് ഓഫ് അനാലിസിസ് ആസ് എ ഫെമിനിസ്റ്റ് ക്രിട്ടിക്. അപ്പോൾ ഇതിനെയാണ് അവർ ഫെമിനിസ്റ്റ് ക്രിട്ടിക് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫെമിനിസ്റ്റ് ക്രിട്ടിക് എന്ന് പറയുമ്പോൾ വിമൻ ആസ് റീഡേഴ്സ് ഓഫ് മെയിൽ പ്രൊഡ്യൂസ്ഡ് ലിറ്ററേച്ചർ, മെയിൽസ് ഉണ്ടാക്കിയിട്ടുള്ള വർക്ക് ജസ്റ്റ് വായിക്കുക മാത്രം ചെയ്യുന്നവരാണ് ഫസ്റ്റ് ക്രൈറ്റീരിയയിൽ പെടുന്നവർ, അതായത് ഫെമിനിസ്റ്റ് ക്രിട്ടിക്കിൽ പെടുന്നവർ. And it is a historical grounded inquiry. Its subjects include the images and stereotypes of women in literature, the omissions and misconceptions about women in criticism, and the exploitation and manipulation of the female audience in popular culture and film. അപ്പോൾ ശരിക്കും ഇതൊരു ഹിസ്റ്റോറിക്കൽ ഗ്രൗണ്ടഡ് ഇൻക്വയറി മീൻസ് എന്താ, പുരാതന കാലം മുതൽക്ക് തന്നെ ഉണ്ടായിട്ടുള്ള ആ ഒരു ടൈപ്പ് ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അവിടെ എല്ലാം മെയിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു കൾച്ചർ അല്ലെങ്കിൽ മെയിൽ റൈറ്റേഴ്സിനെയാണ് നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവിടെ അവരെഴുതുമ്പോൾ എങ്ങനെയായിരിക്കും, മെയിൽ റൈറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അവരുടെ ചിന്താഗതിയിൽ നിന്ന് നോക്കിക്കൊണ്ടാണ് സ്ത്രീകളെ കുറിച്ചിട്ടുള്ള കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ സ്ത്രീ കഥാപാത്രങ്ങളെ കുറിച്ച് അവർ അവരുടെ വർക്കിലൂടെ മെൻഷൻ ചെയ്യുന്നത്, അവരുടെ ചിന്താഗതിയിലൂടെ നോക്കിക്കൊണ്ടാണ്. അപ്പോൾ പലപ്പോഴും സ്ത്രീകൾ എന്ന് പറയുമ്പോൾ കുറേ മിസ്കൺസെപ്ഷൻസ് അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ, സ്ത്രീ എന്താണോ അതിനെ അതേ രീതിയിൽ അവതരിപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. കാരണം പുരുഷൻ സ്ത്രീയെ ഏത് രീതിയിലാണോ നോക്കിക്കാണുന്നത്, ഓക്കെ, ഫ്രം ദിയർ പേഴ്സ്പെക്റ്റീവ് ഇറ്റ്സ് ബീൻ റെക്കോർഡഡ്, അതെല്ലാം ആ രീതിയിലാണ് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മെയിൽ പ്രൊഡ്യൂസ് ലിറ്ററേച്ചറിലെല്ലാം തന്നെ മെയിൽസിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ നിന്നുകൊണ്ടാണ് സ്ത്രീയെ അവിടെ വിലയിരുത്തുന്നത്. ഓക്കെ, അപ്പോൾ അത് പൂർണ്ണമായും നമുക്ക് ശരിയായൊരു കാഴ്ചപ്പാടാവാൻ വഴിയില്ല. കാരണം സ്ത്രീയെക്കുറിച്ചും സ്ത്രീയുടെ ചുറ്റുപാടിനെക്കുറിച്ചും അല്ലെങ്കിൽ സ്ത്രീയുടെ തോട്ട്സും അവരുടെ എല്ലാ സഹനത്തെക്കുറിച്ചും എല്ലാം പറയാനും അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും ശരിയായ രീതിയിൽ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുമ്പോൾ അവിടെ മെയിൽ പ്രൊഡ്യൂസ്ഡ് ലിറ്ററേച്ചറാണ്. അതുകൊണ്ട് തന്നെ അത്തരം മിസ്കൺസെപ്ഷൻസ് അബൌട്ട് വിമൺ, സ്ത്രീയെക്കുറിച്ചിട്ടുള്ള അത്തരം തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ അത്തരം ചിന്താഗതികളല്ല എല്ലാമാണ് അത്തരം എക്സ്പ്ലോയിറ്റേഷൻസ്, ഓക്കെ, ഫീമെയിൽ അതെല്ലാമാണ് നമുക്കിവിടെ കൾച്ചർ, ഫിലിം, അതായത് ഏത് തരത്തിലുള്ള ലിറ്റററി ടെക്സ്റ്റ് ആണെങ്കിലും ലിറ്റററി ആർട്ട് ഫോംസ് ആണെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. And Showalter that provides an exemplary feminist critique of Thomas Hardy's The Mayor of Casterbridge. അപ്പോൾ ഇവിടെ ഈ ഒരു എസ്സേയിൽ അവർ എടുത്തു പറയുന്ന ഒരു നോവലാണ് തോമസ് ഹാർഡിയുടെ മേയർ ഓഫ് കാസ്റ്റർബ്രിഡ്ജ് എന്നുള്ളത്. അതിൻ്റെ ഓപ്പണിംഗ് സീനിങ്ങിൽ തന്നെ നമുക്കറിയാം അല്ലേ, അവിടെ എന്താ മൈക്കൽ ഹെൻജാർഡ് ആ ഒരു ഡ്രങ്കൺ ഹസ്ബൻഡ് ആക്ച്വലി അവരുടെ വൈഫിനെയും അതുപോലെ തന്നെ ആ ഒരു ഇൻഫൻറ്റ് ചൈൽഡിനെയും അവിടെ ഒരു ഫെയറിൽ വിൽക്കുകയാണ്. അപ്പോൾ സ്വന്തം ഭാര്യയും മകളെയും വിൽക്കുന്ന ഒരു സീനുമായിട്ടാണ് ഈ ഒരു നോവൽ ഓപ്പൺ ചെയ്യുന്നത് തന്നെ അല്ലേ, നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും. സോ ഇറ്റ് ഡെമോൺസ്ട്രേറ്റ്സ് ദാറ്റ് വൺ ഓഫ് ദ പ്രോബ്ലംസ് ഓഫ് ഫെമിനിസ്റ്റ് ക്രിട്ടിക് ഇസ് ദാറ്റ് ഇറ്റ് ഈസ് മെയിൽ ഓറിയൻറ്റഡ്, മീനിങ് ദാറ്റ് ഇൻ സം സെൻസ് എവറി ഫെമിനിസ്റ്റ് ക്രിട്ടിക് ഈവൻ വെൻ ക്രിട്ടിസൈസിങ് പാട്രിയാർക്കി ഈസ് ഫോക്കസ് ടുവേർഡ്സ് ദ മെയിൽ. അപ്പോൾ ഇവിടെ ശരിക്കും മെയിൽ ഈ ഒരു ഫെമിനിസ്റ്റ് ക്രിട്ടിക് എന്ന് പറയുമ്പോൾ ഈ ഒരു ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്രിറ്റിസിസം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാം മെയിൽ റൈറ്റേഴ്സാണ്. സ്ത്രീകൾ എന്ന് പറയുന്നത് ജസ്റ്റ് റീഡേഴ്സ് മാത്രമാണ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് മാത്രമാണ്. അപ്പോൾ അവരുടെ ചിന്താഗതിയിൽ നിന്നുകൊണ്ട് സ്ത്രീകളെ നോക്കുന്നത് കൊണ്ട് തന്നെ ശരിയായ രീതിയിലല്ല അവരെ അവിടെ ചിത്രീകരിക്കുന്നത്. അപ്പോൾ ഇത് വായിക്കുന്ന ഇത്തരം ടെക്സ്റ്റുകൾ വായിക്കുന്ന ഒരു സൊസൈറ്റി എന്ന് പറയുമ്പോൾ അവിടെ സ്ത്രീയെ അത്തരം വിൽക്കാൻ സാധിക്കുന്ന ഒരു വസ്തുവായിട്ട് മാത്രം അല്ലെ, ജസ്റ്റ് ഷീ വാസ് സീൻ ആസ് എൻ ഒബ്ജക്റ്റ്, ഒരു ഒബ്ജക്റ്റായിട്ട് മാത്രം കൺസിഡർ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ലിമിറ്റ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഓക്കെ, ഇറ്റ്സ് വൺ ഓഫ് ഇറ്റ്സ് മേജർ ഡീമെറിറ്റ്. ആൻഡ് വൺ ഓഫ് ദ പ്രോബ്ലംസ് ഓഫ് ഫെമിനിസ്റ്റ് ക്രിട്ടിക് ഇസ് ദാറ്റ് ഇറ്റ് ഇസ് മെയിൽ ഓറിയൻറ്റഡ്. അപ്പോൾ ഈ ഒരു മെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വ്യൂ
മെയിൽ പേഴ്സ്പെക്റ്റീവിൽ നിന്നുകൊണ്ടാണ് അവിടെ എല്ലാ റൈറ്റിങ്സിൽ സ്ത്രീകളെ അവതരിപ്പിക്കുന്നത് എന്നത് തന്നെയാണ് ഈ ഒരു ഫെമിനിസ്റ്റ് ക്രിട്ടിക് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മ. And if we study the stereotypes of women and the limited roles women play in literary history, we are trying to learn not what women have felt and experienced, but only what men have thought women should be. അപ്പോൾ ശരിക്കും നമ്മൾ ഒരുപാട് പ്രാചീന കാലത്തെ റൈറ്റിങ്സ് എല്ലാം എടുത്തു നോക്കുമ്പോൾ നമുക്ക് അവിടെ ശരിക്കും കാണാം, അവിടെ സ്ത്രീകളിന് വലിയ രീതിയിൽ അല്ലെങ്കിൽ സ്ത്രീകളുടെ ആ ഒരു പ്രസക്തി എടുത്തു കാട്ടുന്ന ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ, ലിറ്റററി ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ വളരെ എണ്ണാൻ പറ്റുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ എല്ലാം പുരുഷന്മാരുടെ ആ ഒരു മേധാവിത്വം ഉള്ളത് കൊണ്ട് തന്നെ അവരെ സുപ്രധാന സ്ഥാനങ്ങളിൽ ഇരുത്തിക്കൊണ്ടുള്ള വർക്ക്സാണ് കൂടുതലായിട്ടും ഇറങ്ങിയിരിക്കുന്നത്. അത് മാത്രമല്ല ഇവിടെയുള്ള വർക്ക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും we are not trying to learn of what women have felt and experienced. ഒരു സ്ത്രീക്ക് സ്വന്തമായിട്ട് എന്താണ് എക്സ്പീരിയൻസ് ചെയ്തത്, അവരുടെ ഫീലിങ്സ് എന്താണ് എന്നുള്ളതല്ല നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു പുരുഷൻ എങ്ങനെയാണ് ഒരു സ്ത്രീയെ കാണുന്നത്, അവൻ്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ആ സ്ത്രീ കഥാപാത്രങ്ങളെ നമുക്ക് ആ പ്രാചീന കാലത്തെ റൈറ്റിങ്സിലെല്ലാം കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് ടൈപ്പ്. അപ്പോൾ ഇവിടെ 2 വെറൈറ്റീസ് പറഞ്ഞു. ഫസ്റ്റ് വെറൈറ്റിയിലാണ് അല്ലെങ്കിൽ ഫസ്റ്റ് ടൈപ്പിലാണ് നമ്മൾ കണ്ടത് ഫെമിനിസ്റ്റ് ക്രിട്ടിക് എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞു, നമ്മൾ അതിൻ്റെ പ്രോബ്ലംസ് പറഞ്ഞു, അതൊരു മെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ളതാണെന്ന്. ഇനി സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്രിറ്റിസിസം എന്ന് പറയുന്നതിനാണ് ഇവിടെ എലൈൻ ഷോൾട്ടർ ഒരുപാട് പ്രസക്തി കൊടുക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഇവർ തന്നെ കോയിൻ ചെയ്തിട്ടുള്ള ഒരു ടേമാണ് ഗൈനോക്രിറ്റിക്സ് എന്നുള്ളത്. ഒരു ഫ്രഞ്ച് ടേം ലാ ഗൈനോക്രിറ്റിക് എന്നുള്ള വേർഡിൽ നിന്നുമാണ് ഗൈനോക്രിറ്റിക്സ് എന്നുള്ള ഈ ഒരു വേർഡ് കോയിൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്രിറ്റിസിസം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കാണാം. സെക്കൻഡ് ടൈപ്പ് ഈസ് കൺസേൺ വിത്ത് വുമൺ ആസ് റൈറ്റർ. സോ ഹിയർ വുമൺ ഈസ് എ റൈറ്റർ. ഇവിടെ വുമൺ എന്ന് പറയുമ്പോൾ ദേ ആർ സീൻ ആസ് റൈറ്റേഴ്സ്. നേരത്തെ എന്തായിരുന്നു ഫെമിനിസ്റ്റ് ക്രിട്ടിക് എന്ന് പറയുമ്പോൾ വുമൺ ആർ സീൻ ആസ് റീഡേഴ്സ് ഓർ ജസ്റ്റ് കൺസ്യൂമേഴ്സ് മാത്രമാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, women are producers. Okay, women as writer, that is with women as a producer of literature. അപ്പോൾ ഇവിടെ ലിറ്റററി ടെക്സ്റ്റ് ഉണ്ടാക്കുന്നത് തന്നെ ആരാണ്? സ്ത്രീകളാണ്. അപ്പോൾ പുരുഷൻ്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് സ്ത്രീയെ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് അതിൽ സ്ത്രീയെ മുഴുവനുമായിട്ടും എക്സ്പ്രസ് ചെയ്യാൻ ശരിയായ രീതിയിൽ അവളുടെ ലിറ്റററി ടെക്സ്റ്റുകളിലൂടെ പുറത്തേക്ക് കൊണ്ടുവരാൻ ഒരിക്കലും പുരുഷന്മാർക്ക് സാധിച്ചില്ല. ഓക്കെ, അതാണ് ഫെമിനിസ്റ്റ് ക്രിട്ടിക്കിൻ്റെ ഒരു ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു പോരായ്മയായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ വുമൺ തന്നെയാണ് റൈറ്റർ, സ്ത്രീകൾ തന്നെയാണ് ഇവിടെ ലിറ്റററി ടെക്സ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദേ ആർ പ്രൊഡ്യൂസേഴ്സ്. ഇറ്റ് സബ്ജക്ട്സ് ഇൻക്ലൂഡ് സൈക്കോഡൈനാമിക്സ് ഓഫ് ഫീമെയിൽ ക്രിയേറ്റിവിറ്റി. അപ്പോൾ ഒരു സ്ത്രീകളുടെ ഈ ഒരു സൈക്കോഡൈനാമിക്സ്, ഫീമെയിൽ ക്രിയേറ്റിവിറ്റി, ഓക്കെ, സ്ത്രീകൾ ആ ഒരു കോൺഷ്യസ്നെസ്, അതുപോലെ സബ് കോൺഷ്യസ് ആയിട്ടുള്ള അവരുടെ തോട്ട്സിൽ, അവരുടെ ചിന്തകളിൽ വരുന്നത് എന്തെല്ലാമാണെന്ന് അറിഞ്ഞും അതുപോലെ തന്നെ അതിനെ പ്രതിഫലിപ്പിക്കാൻ രീതിയിലുള്ള ലിറ്റററി ടെക്സ്റ്റാണ് ഈ ഒരു ക്രിറ്റിസിസത്തിൽ വരുന്നത്. ആൻഡ് ദ ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് ദ പ്രോബ്ലംസ് ഓഫ് ഫീമെയിൽ ലാംഗ്വേജ്, സ്ത്രീകളുടേതായിട്ടുള്ള ഭാഷ, സ്ത്രീകളുടേതായിട്ടുള്ള പ്രോബ്ലംസ്, ഇതെല്ലാം ഇവിടെ വരുന്നുണ്ട്. ഷോൾട്ടർ കോൾസ് ദിസ് ടൈപ്പ് ഓഫ് അനാലിസിസ് ആസ് ഗൈനോക്രിറ്റിക്സ്. അപ്പോൾ ഇതിനെയാണ് ഷോൾട്ടർ ഗൈനോക്രിറ്റിക്സ് എന്നുള്ള പേരിൽ വിളിക്കുന്നത്. സോ ദ സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്രിറ്റിസിസം ഇസ് ഗൈനോക്രിറ്റിക്സ് ആൻഡ് ദ ഫസ്റ്റ് ടൈപ്പ് ഇസ് ഫെമിനിസ്റ്റ് ക്രിട്ടിക്. Okay, and gynocritics, it is a type of criticism designed by feminists to evaluate works by women as feminist works. It takes into consideration the circumstances in which a work of art is produced, the point of view of the author and the motivation and attitude of the characters. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്താ, സ്ത്രീകളുടെ വർക്ക്സ് സ്ത്രീകളുടെ വർക്ക്സ് ആണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്ത്രീകളുടേതായിട്ടുള്ള ആ ഒരു സർക്കംസ്റ്റൻസ്, ഏത് നിലപാടിൽ നിന്നുകൊണ്ടാണ് അല്ലെങ്കിൽ ഏത് ഒരു ചുറ്റുപാടിൽ നിന്നുകൊണ്ടാണ് ഒരു സ്ത്രീ അവളുടേതായിട്ടുള്ള ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നത്, അതേ പോയിന്റ് ഓഫ് വ്യൂവിൽ, അതേ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഇവിടെ അതിനെ വിലയിരുത്താൻ ശ്രമിക്കുന്നത്. ഓക്കെ, and Showalter presents gynocritics as a way to construct a female framework for the analysis of women's literature, to develop new models based on the study of female experience rather than to adopt to male models and theories. അപ്പോൾ ഇവിടെ മെയിൽ മോഡൽസ് അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു കൾച്ചർ, മെയിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു കൾച്ചറിൽ നിന്നുകൊണ്ടുള്ള വർക്ക്സിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരു ശൈലിയിലായിരിക്കാം സ്ത്രീകളുടെ റൈറ്റിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം ഒരു പുതിയ ഒരു ഫ്രെയിം വർക്ക് ഇവിടെ ഉണ്ടാക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. അത് തന്നെയാണ് ഇവിടെ ഗൈനോക്രിറ്റിക്സ് എന്നുള്ളത് കൊണ്ട് ഷോൾട്ടർ ഉദ്ദേശിക്കുന്നത്.
ഉദ്ദേശിക്കുന്നത്. സോ ഷീ വോണ്ട് ടു കൺസ്ട്രക്ട് എ ഫീമെയിൽ ഫ്രെയിംവർക്ക്. ഓക്കെ, എ ന്യൂ ഫ്രെയിംവർക്ക് നീഡ്സ് ടു ബി കൺസ്ട്രക്റ്റഡ് ഫോർ ദ അനാലിസിസ് ഓഫ് വിമൻസ് ലിറ്ററേച്ചർ. ഇവിടെ എഴുതുന്നത് സ്ത്രീകളാണ്. അപ്പോൾ സ്ത്രീകൾ അവരുടേതായിട്ടുള്ള ചുറ്റുപാടിൽ അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളും അവരുടേതായിട്ടുള്ള അനുഭവങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എഴുതുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ട് വേണം നോക്കിക്കാണേണ്ടത്, അല്ലെങ്കിൽ അതിനെ ആ രീതിയിൽ വേണം ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ പുതിയ മോഡൽസ് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഒരു സ്ത്രീയുടെ എക്സ്പീരിയൻസിൽ നിന്നും കൊണ്ട് അവൾ എഴുതുമ്പോൾ അതിനെ മെയിൽ മോഡൽസുമായിട്ട് നമുക്ക് തുലനം ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അത്തരം പുതിയ മോഡൽസ് അല്ലെങ്കിൽ അത്തരം ഒരു പുതിയ ഫ്രെയിംവർക്ക് ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് തന്നെയാണ് ഗൈനോക്രിറ്റിക്സ് എന്നുള്ളത് കൊണ്ട് ഷോൾട്ടർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഈ വർക്കിൽ ടുവേർഡ്സ് എ ഫെമിനിസ്റ്റ് പോളിറ്റിക്സ് എന്നുള്ള ഈ ഒരു എസ്സേയിൽ അവർ ഇനി പറയുന്നത് 3 ഫേസസിനെ കുറിച്ചാണ്. That is, Showalter traces different phases in the evolution of a female tradition. അപ്പോൾ ഈ ഒരു ഫീമെയിൽ ട്രഡീഷൻ അല്ലെങ്കിൽ സ്ത്രീകളുടേതായിട്ടുള്ള ഒരു ട്രഡീഷൻ, ഒരു പുതിയ മോഡൽ, ഒരു പുതിയ ഫ്രെയിംവർക്ക് വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല. ഒരുപാട് സെഞ്ച്വറീസിലൂടെ ഒരുപാട് സ്ത്രീകളുടേതായിട്ടുള്ള എഫേർട്സും അവരുടെ സ്ട്രഗിൾസിലൂടെ വന്നു ചേർന്ന ഒന്നാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് പിന്നീട് അവർ ഈ ഒരു എസ്സേയിൽ മെൻഷൻ ചെയ്യുന്നത്. സോ ലെറ്റ് us see the 3 different phases in the evolution of female tradition. അപ്പോൾ ഫീമെയിൽ ട്രഡീഷൻ്റെ എവല്യൂഷനിലേക്ക് വരുന്ന ഈ 3 ഫേസസിനെ കുറിച്ച് പറയുന്നു. The feminine, the feminist and the female phase. So these are the 3 phases or 3 stages. The first one is feminine phase. Okay, so feminine phase എന്ന് പറയുമ്പോൾ ആ ഇയർ നമ്മൾ ഓർത്തു വെക്കണം, 1840 to 1880 ആണ് വരുന്നത് ഫെമിനൈൻ ഫേസ്. സെക്കൻഡ് ഫേസ് എന്ന് പറയുമ്പോൾ ഫെമിനിസ്റ്റ് ഫേസ്, ദാറ്റ് ഇസ് 1880 to 1920 വരും. പിന്നെ 1922 ഗോയിങ് ആണ് ലാസ്റ്റ് ഫേസ്, അതായത് ഫീമെയിൽ ഫേസ് വരുന്നത്. ഓക്കെ, സോ ഇതിലെ ഫസ്റ്റ് ഫേസ് ഫെമിനൈൻ ഫേസ്, ദാറ്റ് ഇസ് 1840 to 1880. വുമൺ wrote in an effort to equalize the intellectual achievements of male culture and internalized its assumptions of female nature. അപ്പോൾ ഇവിടെ ശരിക്കും ഫെമിനൈൻ ഫേസ് എന്ന് പറയുമ്പോൾ ഇവിടെ ആക്ച്വലി സ്ത്രീകൾ റൈറ്റിംഗ് തുടങ്ങി. ഓക്കെ, അവരുടേതായിട്ടുള്ള റൈറ്റിംഗ്സ് എല്ലാം തുടങ്ങി. പക്ഷെ അവിടെ എങ്ങനെയാണ്, വുമൺ റോട്ട് ഇൻ എൻ എഫേർട്ട് ടു ഈക്വലൈസ് ദ ഇൻ്റലക്ച്വൽ അച്ചീവ്മെൻറ്റ്സ് ഓഫ് ദ മെയിൽ കൾച്ചർ. മീൻസ് ദേ വർ ട്രൈങ് ടു ഇമിറ്റേറ്റ് ദ മെയിൽ മോഡൽസ്. അപ്പോൾ പുരുഷന്മാർ ഏത് രീതിയിലാണോ എഴുതിയിരുന്നത് അവരുടേതായിട്ടുള്ള ഒരു സ്റ്റൈല്, അതിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ അവരുടേതായിട്ടുള്ള രീതിയിലേക്ക് ആ ഒരു ഇൻ്റലക്ച്വൽ അച്ചീവ്മെൻറ്റ് രണ്ടുപേരുടെയും ഒപ്പമാകാൻ അല്ലെങ്കിൽ ഒരേ രീതിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രൊഡക്ട്സ് ആണ് ഇവിടെ ശരിക്കും വരുന്നത്. അപ്പോൾ ഹിയർ ഇൻ ദിസ് ഫേസ്, ഫെമിനൈൻ ഫേസ്, the female writers tried to imitate male models. ഓക്കെ, അതിനെ ഇൻറ്റർണലൈസ് ചെയ്യാനും സ്ത്രീകളുടേതായിട്ടുള്ള നേച്ചറിൽ എഴുതാനും അവർ ശ്രമിച്ചു. ഇവിടെ കൂടുതലായിട്ടും കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഡിസ്റ്റിങ്വിഷിംഗ് സൈൻ ഓഫ് ദി സ്പിരിറ്റ് ഈസ് എ മെയിൽ സ്യൂഡോണിം. നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ അറിയാം, മേരി ആൻ ഇവാൻസ് എന്നുള്ള റൈറ്റർ ഈ ഒരു ടൈം പീരീഡിൽ വരുന്നവരാണ്. അവരുടെ റൈറ്റിങ്സ് ആക്ച്വലി അവരുടേതായിട്ടുള്ള പേരിൽ തന്നെ എഴുതി പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒട്ടും തന്നെ ഒരു അംഗീകാരം ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് അവർ ഒരു മെയിൽ സ്യൂഡോണിം ജോർജ് എലിയട്ട് എന്നുള്ള പേരിലാണ് പിന്നീട് അവർ എഴുതി തുടങ്ങിയത്. സോ ജോർജ് എലിയട്ട് എന്നുള്ള പേരിൽ എഴുതി തുടങ്ങിയപ്പോൾ അവരുടെ റൈറ്റിങ്സിന് ഒരുപാട് റീഡേഴ്സ് ഉണ്ടായി. അപ്പോൾ അതിനെ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി, സൊസൈറ്റി ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു കാര്യം തന്നെ നമുക്കറിയാം, ഇവിടെ മെയിൽ സ്യൂഡോണിംസ് കൂടുതലായിട്ടും ഈ ഫീമെയിൽ റൈറ്റേഴ്സ് യൂസ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ എലിസ് ബെൽ, ഓക്കെ, ബ്രോണ്ടി സിസ്റ്റേഴ്സ് എല്ലാം നമുക്കറിയാലോ, അവരും ഇതേ രീതിയിൽ ഓരോ സ്യൂഡോണിംസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ടൈം പീരീഡിൽ എത്തിയത്. അപ്പോൾ ദേ വർ ട്രൈങ് ടു ഇമിറ്റേറ്റ് ദ മെയിൽ മോഡൽസ്. ഓക്കെ, അതാണ് ഫസ്റ്റ് ഫേസ് വരുന്നത്. The feminist content of feminine is typically oblique, displaced, ironic and subversive. One has to read it between the lines in the missed possibilities. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സമയത്തുള്ള റൈറ്റിങ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടുത്തെ ഫെമിനൈൻ കണ്ടന്റ് എന്ന് പറയുമ്പോൾ വുമൻ റെപ്രസെൻറ്റേറ്റീവ്സ് അല്ലെങ്കിൽ വുമൻ ക്യാരക്ടേഴ്സിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കുറച്ച് പ്രശ്നങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. ഇറ്റ്സ് ടിപ്പിക്കലി ഒബ്ലിക്, മീൻസ് ഇറ്റ്സ് നോട്ട് സ്ട്രെയിറ്റ് അല്ല. ഓക്കെ, അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഡിസ്പ്ലേസ്ഡ്, അയറോണിക് ആൻഡ് സബ്വേഴ്സീവ്. അപ്പോൾ അതിനെക്കുറിച്ച് പ്രശ്നങ്ങളുള്ളതായിട്ട് ഇവിടെ നമുക്ക് ശരിക്കും വായിച്ചു കഴിയുമ്പോൾ മനസ്സിലാകുന്നതാണ്. കാരണം എന്തായിരുന്നു, ഇവിടെ ഫീമെയിൽ റൈറ്റേഴ്സ് ദേ വർ ട്രൈങ് ടു ഇമിറ്റേറ്റ് ദ മെയിൽ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്. ഓക്കെ, അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതിനെ കൂടുതൽ വളരെ ഇൻഡെപ്തായിട്ട് വായിക്കുമ്പോൾ മാത്രമേ പലതും മനസ്സിലാക്കാൻ സാധിച്ചിരുന്നുള്ളൂ എന്നുള്ളതാണ്. ആൻഡ് ഇൻ ദ ഫെമിനിസ്റ്റ് ഫേസ്, അതായത് നെക്സ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ് എന്ന് പറയുന്ന ഫെമിനിസ്റ്റ് ഫേസ് ആണ് 1880 to 1920 എന്നുള്ള കാലഘട്ടത്തിൽ വരുന്ന ഫെമിനിസ്റ്റ് ഫേസ്. Women reject the accommodation postures of femininity and to use literature to dramatize the ordeals of wronged womanhood. ഇവിടെ വരുമ്പോൾ ആക്ച്വലി they reject the accommodation postures of femininity.
ഓക്കെ, അതായത് അവർ ശരിക്കും റിജക്റ്റ് ചെയ്യാനും പ്രൊട്ടസ്റ്റ് ചെയ്യാനും ഒക്കെ തുടങ്ങുന്ന ഒരു സമയമാണ് ഫെമിനിസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. 1880 to 1920 എന്ന് പറയുമ്പോൾ റിജക്ഷൻ, അതുപോലെ പ്രൊട്ടസ്റ്റ്, ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു സമയത്ത് കൂടുതൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ സ്ത്രീകളുടേതായിട്ടുള്ള വിഷമങ്ങൾ, അത്തരം കാര്യങ്ങളെല്ലാം അവർ അവരുടെ ലിറ്ററേച്ചറിലൂടെ ഡ്രമറ്റൈസ് ചെയ്യാൻ ശ്രമിച്ചു. അവരുടെ പ്രോബ്ലംസ് സൊസൈറ്റിയുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നുള്ളത് മാത്രമല്ല, ദേ അഡ്വക്കേറ്റ്സ് റൈറ്റ് ടു വോട്ട്, ഓക്കെ, റൈറ്റ്, വിമൻ റൈറ്റ്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള റൈറ്റിംഗ്സ് ആയിരുന്നു ഫെമിനിസ്റ്റ് ഫേസിൽ ഉണ്ടായിരുന്നത്. ന്യൂ വുമൻ മൂവ്മെൻറ്റ് ഗെയിൻ സ്ട്രെങ്ത്. ഈ ഒരു സമയത്ത് തന്നെയാണ് ന്യൂ വുമൻ മൂവ്മെൻറ്റിന് ഒരുപാട് സപ്പോർട്ട് ലഭിക്കുന്നതും അതുപോലെ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിക്കുന്നതെല്ലാം ഈ ഒരു ടൈം പീരീഡിലാണ്. സോ വുമൻ റൈറ്റേഴ്സ് ബിഗാൻ ടു യൂസ് ലിറ്ററേച്ചർ ടു ഡ്രമറ്റൈസ് ദ ഓഡിയൽസ് ഓഫ് റോങ് വുമൻഹുഡ്. അപ്പോൾ അത്തരം സ്ത്രീകളുടേതായിട്ടുള്ള ആ ഒരു ഓഡിയൽസ്, അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളും അവരുടെ എക്സ്പീരിയൻസ് എല്ലാം അവർ ഡ്രമറ്റൈസ് ചെയ്ത് ലിറ്ററേച്ചറിലൂടെ കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു കാര്യമായിരുന്നു. പ്രൊട്ടസ്റ്റിൻ്റേതായിട്ടുള്ള ഒരു ടൈം കൂടിയായിരുന്നു ഫെമിനിസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് ഫേസ്, ദാറ്റ് ഇസ് ഫെമിനിസ്റ്റ് ഫേസ്, ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഫെമിനിസ്റ്റ് ഫേസ്, ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ആമസോൺ ഉട്ടോപ്പിയാസ് വിഷൻസ് ഓഫ് പെർഫെക്റ്റ് ഫീമെയിൽ ലെഡ് സൊസൈറ്റീസ് ഓഫ് ദ ഫ്യൂച്ചർ. അപ്പോൾ ഇത് ആക്ച്വലി ഇവർ മെൻഷൻ ചെയ്യുന്നതാണ്. മീൻസ് അലൈൻ ഷോൾട്ടർ അവരുടെ എസ്സേയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഫെമിനിസ്റ്റ് ഫേസിന് ആക്ച്വലി ആമസോൺ ഉട്ടോപ്പിയാസിൻ്റെ ഒരു ക്യാരക്ടറൈസേഷൻ കൊടുക്കുന്നുണ്ട് സെക്കൻഡ് ഫേസിന്. അപ്പോൾ ഇത് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തത് നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചോദിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. വിച്ച് ഫേസ് വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ ആമസോൺ ഉട്ടോപ്പിയാസ് ഇൻ ഹർ വർക്ക് ബൈ എലൈൻ ഷോൾട്ടർ അവരുടെ വർക്കിൽ ആമസോൺ ഉട്ടോപ്പിയാസ് എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്യുന്നത് ഏത് ഫേസിനെയാണ് എന്ന് ചോദിക്കാം. അപ്പോൾ അതിൻ്റെ ഉത്തരം വരുന്നത് ഫെമിനിസ്റ്റ് ഫേസ് ആണ്. അതായത് ഫെമിനിസ്റ്റ് ഫേസ് എന്ന് പറയുമ്പോൾ അവിടെ എന്താ, ശരിക്കും എല്ലാം റിജക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ ഭയങ്കര കൂടുതൽ പ്രൊവോക്റ്റായി, ആൻഡ് ദേ അഡ്വക്കേറ്റ്സ് ദ റൈറ്റ്, അല്ലെ, വിമൻ റൈറ്റ്സ് അഡ്വക്കേറ്റ് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നു, ആൻഡ് ഓൾസോ ദേ ട്രൈ ടു പ്രൊട്ടസ്റ്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്താ, സം വിഷൻസ് ഓഫ് പെർഫെക്റ്റ് ഫീമെയിൽ ലെഡ് സൊസൈറ്റീസ് ഓഫ് ദ ഫ്യൂച്ചർ, സ്ത്രീകളുടേതായിട്ടുള്ള ആധിപത്യം വരുന്ന സൊസൈറ്റി, അതായിരിക്കാം ഒരുപാട് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ അത്തരം ഒരു ഫീമെയിൽ ലെഡ് സൊസൈറ്റീസ് ഓഫ് ദ ഫ്യൂച്ചർ, അതാണ് ഉട്ടോപ്പിയ എന്നുള്ള കൺസെപ്റ്റ് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, അല്ലേ, ഇമാജിനറി കോൺസെപ്റ്റാണ്. അപ്പോൾ അത്തരം ഒരു ആമസോൺ ഉട്ടോപ്പിയാസ് ആണ് ഇവിടെ ഈ ഒരു ഫെമിനിസ്റ്റ് ഫേസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നത്. അപ്പോൾ ഇത് ഓർത്ത് വെക്കണം, ആമസോൺ ഉട്ടോപ്പിയാസ് ഇറ്റ്സ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ഫെമിനിസ്റ്റ് ഫേസ്. And in the next phase, that is in the third phase, in the female phase, 1920 onwards, it's ongoing. Okay, women rejected both imitation and protest. അപ്പോൾ since 1920 മുതൽ ഫീമെയിൽ ഫേസ് വരുമ്പോൾ ഇവിടെ സ്ത്രീകൾ എന്താ, they rejected both imitation and protest. അവർ അത് രണ്ടും വേണ്ടാന്ന് വെച്ചു. അതായത് ആദ്യത്തെ ഫേസിൽ ഉണ്ടായിരുന്ന ഇമിറ്റേഷൻ, അല്ലേ, സ്ത്രീകൾ എന്തായിരുന്നു, ഫീമെയിൽ റൈറ്റേഴ്സ് they were trying to imitate male writings, ഫെമിനൈൻ ഫേസിൽ. അതുപോലെ സെക്കൻഡ് ഫേസ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടു, ഫെമിനിസ്റ്റ് ഫേസിൽ ദേ വർ ട്രൈയിങ് ടു പ്രൊട്ടസ്റ്റ്. ഓക്കെ, ദേ അഡ്വക്കേറ്റ്സ് റൈറ്റ്സ് ആൻഡ് ഓൾസോ ദേ ട്രൈ ടു പ്രൊട്ടസ്റ്റ്. അപ്പോൾ ഇത് രണ്ടും വേണ്ടാന്ന് വെച്ചു, ഇമിറ്റേഷൻ, പ്രൊട്ടസ്റ്റ്, ഇത് രണ്ടും വേണ്ടാന്ന് വെച്ചു. ആൻഡ് ദേ കൺസിഡർ ദീസ് ടു ആസ് ഫോംസ് ഓഫ് ഡിപ്പെൻഡൻസ്. കാരണം ഇതിലെല്ലാം ഒരു ഡിപ്പെൻഡൻസ്, ഒരു മെയിലിനെ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിട്ടുള്ള ഒരു തോട്ട്സ് തോന്നി. അപ്പോൾ ഇവർക്ക് ശരിക്കും ഇനി എന്താണ് അവർ ആലോചിക്കുന്നത്, ദേ വോണ്ട് ടു ബി സെൽഫ് ഡിപ്പെൻഡൻറ്റ് ഓർ സെൽഫ് കണ്ടെയ്ൻഡ് യൂണിറ്റ്സ് ആയിട്ട് മാറണം എന്നുള്ള ഒരു തോന്നലാണ്. സോ ഇൻസ്റ്റെഡ് ദേ ടേൺ ടു ഫീമെയിൽ എക്സ്പീരിയൻസസ് ആസ് എ സോഴ്സ് ഓഫ് ഓട്ടോണമസ് ആർട്ട്. അപ്പോൾ ഇനി ഒരിക്കലും പുരുഷന്മാരുടേതായിട്ടുള്ള റൈറ്റിംഗ്സ് അല്ലെങ്കിൽ അവരുടെ മോഡൽസ് ഇമിറ്റേറ്റ് ചെയ്യേണ്ട ആവശ്യമോ അല്ലെങ്കിൽ ഇതിനൊന്നും പ്രൊട്ടസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫീമെയിൽ എക്സ്പീരിയൻസസ് അതേ രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പായിരുന്നു ആക്ച്വലി ഫീമെയിൽ ഫേസ് അല്ലെങ്കിൽ സിൻസ് 1920 മുതലുള്ള ഒരു കാഴ്ചപ്പാടിൽ തുടങ്ങിയത്. And for example, Dorothy Richardson and Virginia Woolf begin to think in terms of male and female sentences, and they divide their work into masculine journalism and feminine fiction. അപ്പോൾ അവരവിടെ മെയിൽസിനെ ഇമിറ്റേറ്റ് ചെയ്യാനൊന്നും ശ്രമിച്ചില്ല. അവരുടേതായിട്ടുള്ള ഒരു സ്റ്റൈലിൽ സ്ത്രീകൾ അവരുടെ എക്സ്പീരിയൻസ് അവരുടേതായിട്ടുള്ള സ്റ്റൈലിൽ തന്നെ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ ഫീമെയിൽ ഫേസ് മുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഡോറോത്തി റിച്ചാർഡ്സൺ അതുപോലെ വിർജീനിയ വുൾഫ് ഇവരുടെയൊക്കെ റൈറ്റിംഗ്സ് എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം അവർ ശരിക്കും മെയിൽ ആൻഡ് ഫീമെയിൽ സെൻറ്റൻസസ് അതിനെക്കുറിച്ച് മനസ്സിലാക്കി അതേ രീതിയിൽ തന്നെ അവരുടെ വർക്ക്സിൽ അവർ മസ്കുലിൻ ജേർണലിസം, ഫെമിനിൻ ഫിക്ഷൻ എന്നുള്ള രീതിയിൽ അവർ അതിനെ തരംതിരിക്കുകയും ചെയ്തു. ഓക്കെ, the feminist criticism revised and even subverted related ideologies, especially Marxist aesthetics and structuralism. It altered their vocabularies and methods to include the variable of gender. അപ്പോൾ ഇവിടെ ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു 3 ഫേസസിലൂടെ നമ്മൾ എത്തി. ഏത് രീതിയിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടായത്, സെഞ്ചുറീസ് എടുത്തുകൊണ്ട് നൂറ്റാണ്ടുകളിലൂടെ നടന്ന ഒരുപാട് ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം ഈ ഒരു രീതിയിലേക്ക് എത്തി വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് റിവിഷൻ അതിലേക്ക് നടന്നു, ഒരുപാട് റിവൈസ്ഡായി.
ആൻഡ് ഈവൻ സബ്വേർട്ടഡ് റിലേറ്റഡ് ഐഡിയോളജീസ്. ഫെമിനിസ്റ്റ് ക്രിറ്റിസിസത്തെ പോലെ തന്നെ നമുക്കറിയാം ലിറ്റററി ക്രിറ്റിസിസം എടുത്ത് നോക്കുമ്പോൾ അതിൽ വരുന്ന ചില കോൺസെപ്റ്റാണ് മാർക്സിസം അല്ലെങ്കിൽ മാർക്സിസ്റ്റ് എസ്തെറ്റിക്സ്, അതുപോലെ സ്ട്രക്ചറലിസ്റ്റ് വ്യൂ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത്തരം റിലേറ്റഡ് ഐഡിയോളജീസ് അല്ലെങ്കിൽ ആ ഐഡിയോളജീസിനോട് കുറേ സാമ്യമുള്ള ഒരു സെപ്പറേറ്റ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ അതേപോലെ തന്നെ ഒരു സെപ്പറേറ്റഡ് ഐഡൻറ്റിറ്റി ആയിട്ട് നിൽക്കാൻ പറ്റുന്നതാണ് ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്. സോ അതിനും ഈ റിലേറ്റഡ് ഐഡിയോളജീസുമായിട്ട് ശരിക്കും ഒരുപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ അതിൽ നിന്നും ഒരുപാട് തരം തിരിച്ചുകൊണ്ട് ഇതിനെ കൊണ്ടുവരാൻ ഫെമിനിസ്റ്റ് ക്രിറ്റിസിസത്തിന് സാധിച്ചു. ഒരുപാട് റിവിഷൻ ഇതിൽ നടന്നു. ആൻഡ് ഇറ്റ് ഓൾട്ടേർഡ് ദിയർ വൊക്കാബുലറീസ് ആൻഡ് മെത്തേഡ്സ് ടു ഇൻക്ലൂഡ് വേരിയബിൾ ഓഫ് ജെൻഡർ. അപ്പോൾ ജെൻഡർ എന്നുള്ള ഒരു വേരിയബിൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഇവിടെ ആ രീതിയിലുള്ള വൊക്കാബുലറീസ് അതുപോലെ മെത്തേഡ്സ് ഉപയോഗിക്കാനും അവരെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. So the current theoretical impasse in feminist criticism comes from the divided consciousness of women, the split in each of them. ഇനി അവർ എത്തിയിരിക്കുന്നത് നമ്മൾ ആദ്യമേ സംസാരിച്ചപ്പോൾ പറഞ്ഞു ടുവേർഡ്സ് ഫെമിനിസ്റ്റ് പോയറ്റിക്സ് എന്നുള്ള ഒരു വർക്കിൽ ഈ ഒരു വർക്ക് ഡെലിവർ ചെയ്യുന്ന സമയത്ത് ആ ഒരു തിയററ്റിക്കൽ ഇമ്പാസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഒരു സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള അവസ്ഥയിൽ നിൽക്കുകയാണ്, ഇതിന് ഫെർദർ മൂവ്മെൻറ്റ്സ് നടക്കുന്നില്ല, നല്ല രീതിയിൽ മൂവ്മെൻറ്റ് നടക്കുന്നില്ല എന്നുള്ളൊരു കാഴ്ചപ്പാട് ശരിക്കും അലൈൻ ഷോൾട്ടറിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ മൂവ് ചെയ്യേണ്ട ആവശ്യം അല്ലെങ്കിൽ ഇതിനെ ഒരുപാട് ഇനിയും വളർത്തേണ്ട ഒരു ആവശ്യത്തെക്കുറിച്ച് ആക്ച്വലി അവർ ഈ ഒരു ലെക്ചറിലൂടെ പറയുന്നത്. സോ അവർ പറയുന്നത് ദ കറന്റ് തിയററ്റിക്കൽ ഇമ്പാസ് ഇൻ ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം. ഈ ഒരു ഫെമിനിസ്റ്റ് ക്രിറ്റിസിസത്തിൽ ഈ ഒരു തിയററ്റിക്കൽ ഇമ്പാസ് എന്നുള്ളത് തിയററ്റിക്കൽ ഇമ്പാസ് ഓർ തിയററ്റിക്കലി അവിടെ ഒരു സ്റ്റോപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇറ്റ് ഇസ് അതിൻ്റെ റീസൺ ഫ്രം ദ ഡിവൈഡഡ് കോൺഷ്യസ്നെസ് ഓഫ് വിമൻ, ദ സ്പ്ലിറ്റ് ഇൻ ഈച്ച് ഓഫ് ദം. അതൊരു സ്ത്രീ എടുത്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ത്രീ സ്വയം ആലോചിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു ഡിവൈഡഡ് കോൺഷ്യസ്നെസ് കാണാം. ഒരേ സമയത്ത് അവൾ പഴമയുടെ അല്ലെങ്കിൽ ആ പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും പാട്രിയാർക്കി അല്ലെങ്കിൽ ആ സൊസൈറ്റി ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന റൂൾസ് ഫോളോ ചെയ്യേണ്ടവളുമാണ്. എന്നാൽ അതേ രീതിയിൽ തന്നെ ഇത്തരം റെവല്യൂഷനിലൂടെ മുന്നിലുള്ള അല്ലെങ്കിൽ ഇനിയുള്ള പുതിയ സാധ്യതകളെ എക്സ്പ്ലോർ ചെയ്യേണ്ടവളുമാണ്. അപ്പോൾ അതാണ് ഇവിടെ അവർ ഉദ്ദേശിക്കുന്നത്. ദ ഡിവൈഡഡ് കോൺഷ്യസ്നെസ് ഓഫ് വിമൻ ആർ ബോത്ത് ദ ഡോട്ടേഴ്സ് ഓഫ് ദ മെയിൽ ട്രഡീഷൻ or they are teachers and professors or publishers, a tradition which asks them to be rational, marginal and grateful. ഓക്കെ, അപ്പോൾ ഒരേ സമയത്ത് തന്നെ ദേ ആർ ഡോട്ടേഴ്സ് ഓഫ് മെയിൽ ട്രഡീഷൻ ആൻഡ് ഓൾസോ ദ സിസ്റ്റേഴ്സ് ഇൻ എ ന്യൂ വുമൻസ് മൂവ്മെൻറ്റ്. എന്താ അതിൻ്റെ അർത്ഥമാക്കുന്നത്? ഡോട്ടേഴ്സ് ഓഫ് മെയിൽ ട്രഡീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ജനിച്ച കാലം മുതൽക്ക് തന്നെ നീ ഒരു പെൺകുട്ടിയാണ്, നീ ഒരു സ്ത്രീയാണ്, നീ ഇന്ന രീതിയിൽ വേണം ജീവിക്കാൻ, നീ എപ്പോഴും മെയിൽസിൻ്റെ അവരെ സപ്പോർട്ട് ചെയ്തും അല്ലെങ്കിൽ അവർ പറയുന്നതെല്ലാം കേട്ടും അതേ രീതിയിൽ ഒതുങ്ങിക്കൂടേണ്ടവളാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച കുറേ പാഠങ്ങളുണ്ട്. സോ വി ആർ ഡോട്ടേഴ്സ് ഓഫ് മെയിൽ ട്രഡീഷൻ, സോ വി ആർ ട്രൈങ് ടു ഫോളോ ഇറ്റ്, അല്ലേ? സോ സംടൈംസ് വി ആർ ദ ടീച്ചേഴ്സ് ആൻഡ് പ്രൊഫസേഴ്സ് ആൻഡ് സംടൈംസ് വി ആർ ദ പബ്ലിഷേഴ്സ് of the same tradition which asks us to be marginal and grateful to them, marginal and grateful to മെയിൽസ്, അല്ലേ? അപ്പോൾ ആ മെയിൽസിനോടുള്ള ഗ്രേറ്റ്ഫുൾനെസ് ഉള്ളവരായിരിക്കണം നമ്മൾ പലപ്പോഴും അത് ഫോളോ ചെയ്യേണ്ടി വരുന്നു. അതേ സമയത്ത് തന്നെ വിമൻ ആർ ഓൾസോ ദ സിസ്റ്റേഴ്സ് ഇൻ എ ന്യൂ വിമൻസ് മൂവ്മെൻറ്റ്. അതേ സമയത്ത് ഇതേപോലെയുള്ള ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം ഇത്തരം തോട്ട്സ് വരുന്ന സമയത്ത് എന്തുണ്ടായിരിക്കും? ഒരു പുതിയ സ്ത്രീകൾക്കും പുതിയ സാധ്യതകൾ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവർക്കും സമൂഹത്തിൽ ഒരേ രീതിയിലുള്ള അംഗീകാരവും അവകാശങ്ങളും ഉണ്ടായിരിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ വി ആർ ദ സിസ്റ്റേഴ്സ് ഇൻ എ ന്യൂ വിമൻസ് മൂവ്മെൻറ്റ് which demand them to renounce the pseudo success of talk and womanhood. അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ, ഒരു സിസ്റ്ററായി നിന്ന് ചിന്തിക്കുമ്പോൾ, ന്യൂ വുമൻസ് മൂവ്മെൻറ്റിൻ്റെ ഒരു സിസ്റ്ററായി നിന്ന് ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ എന്തുണ്ടാക്കി ഈ ഒരു മെയിൽ ട്രഡീഷൻ എന്താണോ ആ ഒരു സ്യൂഡോ സക്സസ്, അതിൻ്റെ ഫോൾസ് അല്ലെങ്കിൽ അതിൻ്റെ പൊയ്മുഖം മാറ്റിക്കൊണ്ട് വുമൻഹുഡ് എന്ന് പറയുന്നതിനെ എങ്ങനെയാണോ അവർ നിർവചിക്കുന്നത് അതിനെതിരെ നിന്നുകൊണ്ട് സ്ത്രീകളുടേതായിട്ടുള്ള സാധ്യതകൾ അല്ലെങ്കിൽ കൂടുതൽ സാധ്യതകളിലേക്ക് മൂവ് ചെയ്യാനും നമ്മളോട് പറയുന്നതാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഈ ഒരു ഡിവൈഡഡ് കോൺഷ്യസ്നെസ് ഓഫ് വിമൻ, ഇത് തന്നെയാണ് ഇന്ന് ആക്ച്വലി ഈ ഒരു ഫെമിനിസ്റ്റ് ക്രിറ്റിസിസത്തിന് ഏറ്റ ഒരു വിഘ്നം, അല്ലെങ്കിൽ അത് കൂടുതൽ പ്രൊസീഡ് ചെയ്യാത്തത് അതുകൊണ്ടാണ്. ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത് ഈ ഒരു ഡിവൈഡഡ് കോൺഷ്യസ്നെസ് ഓഫ് വിമൺ ആണ് എന്നുള്ളതാണ് അലൈൻ ഷോൾട്ടർ പറയുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു. ഓക്കെ, അതായത് ദർ എക്സിസ്റ്റ് എ തിയററ്റിക്കൽ ഇംപാസ് ഓർ ഒരു സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥ ഇപ്പോൾ നമുക്ക് ആക്ച്വലി ഈ ഒരു ഫെമിനിസ്റ്റ് ക്രിറ്റിസിസത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് 1970s മുതൽക്ക്. അപ്പോൾ അതിന് കാര്യമായിട്ടുള്ളത് ഈ ഒരു ഡിവൈഡഡ് കോൺഷ്യസ്നെസ് ആണ്. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഈ ഒരു മെയിൽ ട്രഡീഷൻ ഫോളോ ചെയ്യേണ്ടി വരുന്നു, ബിക്കോസ് വി ആർ ദ ഡോട്ടേഴ്സ് ഓഫ് ദ ട്രഡീഷൻ. ഈ ഒരു ട്രഡീഷൻ മാറുന്നില്ലല്ലോ. ഒരു ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ്
പ്രൊഫഷണൽസ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നത് ആ സെയിം പാട്രിയാർക്കൽ സൊസൈറ്റി, അവരുടേതായിട്ടുള്ള വ്യൂസ്, നോംസ്. അപ്പോൾ ആ മെയിൽ ട്രഡീഷനും നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരുന്നുണ്ട്. അതേ ടൈമിൽ നമ്മളുടേതായിട്ടുള്ള മെച്ചം കൊണ്ടുവരണം അല്ലെങ്കിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന രീതിയിൽ ചിന്തിക്കുന്ന സമയത്ത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡിവൈഡഡ് കോൺഷ്യസ്നെസ് ഓഫ് വുമൺ ഓർ ദ സ്പ്ലിറ്റ് ഇൻ ഈച്ച് ഓഫ് ദം ആസ് ഡോട്ടേഴ്സ് ഓഫ് മെയിൽ ട്രഡീഷൻ ആൻഡ് ദ സിസ്റ്റേഴ്സ് ഇൻ എ ന്യൂ വിമൻസ് മൂവ്മെൻറ്റ്, ഈ ഒരു സ്പ്ലിറ്റ് ഇത് തന്നെയാണ് ഇന്നത്തെ ഒരു സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള അവസ്ഥയ്ക്ക് കാര്യം എന്നുള്ളതാണ് ലൈൻ ഷോൾട്ടർ പറയുന്നത്. ഇനി ഇതിൻ്റെ അവസാനം അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ദ ടാസ്ക് ഓഫ് ഫെമിനിസ്റ്റ് ക്രിട്ടിക്സ്. അതുകൊണ്ട് തന്നെ ഒരു ഫെമിനിസ്റ്റ് ക്രിട്ടിക് എന്ന് പറയുമ്പോൾ അവരുടെ ടാസ്ക് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ടു ഫൈൻഡ് എ ന്യൂ ലാംഗ്വേജ്, എ ന്യൂ വേ ഓഫ് റീഡിങ് ദാറ്റ് ക്യാൻ ഇൻ്റഗ്രേറ്റ് വിമൻസ് എക്സ്പീരിയൻസ് ആൻഡ് ഇൻ്റലിജൻസ്, ദിയർ റീസൺ ആൻഡ് ദിയർ സഫറിങ്. അപ്പോൾ ഒരു ഫെമിനിസ്റ്റ് ക്രിട്ടിക് എന്ന് പറയുമ്പോൾ ഇതിനെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇവിടെ വെച്ച് നിൽക്കേണ്ടതല്ല, ഇനി ഒരുപാട് മുന്നോട്ട് പോകേണ്ടതാണ്. അതുകൊണ്ട് തന്നെ വി ഹാവ് ടു ഫൈൻഡ്, ഓർ ദ ഫെമിനിസ്റ്റ് ക്രിട്ടിക് ഹാവ് ടു ഫൈൻഡ് എ ന്യൂ ലാംഗ്വേജ്. എങ്ങനെയായിരിക്കണം ഒരു ന്യൂ ലാംഗ്വേജ് ആൻഡ് എ ന്യൂ വേ ഓഫ് റീഡിങ്. ആ റീഡിങ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് ഇൻ്റഗ്രേറ്റ് വുമൻസ് ഇൻ്റലിജൻസ് ആൻഡ് എക്സ്പീരിയൻസ്, അവളുടെ ബുദ്ധിയും അതുപോലെ തന്നെ അവളുടെ എക്സ്പീരിയൻസും ഇൻ്റഗ്രേറ്റ് ചെയ്തും ദ റീസണിങ് ആൻഡ് ദെയർ സഫറിങ് ഇതും ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പുതിയ വേ ഓഫ് റീഡിങ് കൊണ്ടുവരേണ്ടതുണ്ട്. അതായത് ഇനിയും മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. ആൻഡ് ദിസ് എൻ്റർപ്രൈസ് ഷുഡ് നോട്ട് ബി കൺഫൈൻഡ് ടു വുമൻ. ഇത് സ്ത്രീകളിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കാനും പാടില്ല. സ്ത്രീകൾ മാത്രം സപ്പോർട്ട് ചെയ്ത് സ്ത്രീകളാൽ മാത്രം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒന്നുമല്ല. എന്താ അവർ പറയുന്നത്? ക്രിട്ടിക്സ്, പോയറ്റ്സ് ആൻഡ് ഫിലോസഫേഴ്സ് ഷുഡ് ഷെയർ ഇറ്റ് വിത്ത് ദം. ക്രിട്ടിക്സ്, പോയറ്റ്സ്, ഫിലോസഫേഴ്സ്, സമൂഹത്തിലെ മറ്റ് പ്രമുഖരായിട്ടുള്ള വ്യക്തികളും ഇതേ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് ഷെയർ ചെയ്യണം, മറ്റുള്ളവരുമായിട്ട് അവർ പങ്കുവെക്കണം. എങ്കിൽ മാത്രമേ ഈ ഒരു ഫീമെയിൽ ട്രഡീഷൻ എന്ന് പറയുന്നത് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുകയുള്ളൂ എന്നുള്ളതാണ് ലൈൻ ഷോൾട്ടർ പറയുന്നത്. ഷോൾട്ടർ കൺക്ലൂഡ് സെയിങ് ദാറ്റ് ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം ഇസ് നോട്ട് വിസിറ്റിംഗ്, ഇറ്റ് ഈസ് ഹിയർ ടു സ്റ്റേ. ഓക്കെ, അപ്പോൾ ഷോൾട്ടർ ഏറ്റവും ലാസ്റ്റ് ഇത് പറഞ്ഞ് അവസാനിക്കുന്ന ഇങ്ങനെയാണ്, ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് വിസിറ്റിംഗ്, എപ്പോഴെങ്കിലുമൊക്കെ വന്നു പോകേണ്ട ഒന്നല്ല. ചില സമയങ്ങളിലെല്ലാം ചില റൈറ്റേഴ്സ് എന്തെല്ലാമോ ചെയ്യുന്നു, പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു, അതിൻ്റെ ഭാഗമായിട്ട് റൂൾസും റൈറ്റ്സും വരുന്നു. ഓക്കെ, മറ്റ് ചില സമയങ്ങളിലൊന്നുമില്ല, അങ്ങനെയല്ല. ഇറ്റ് ഷുഡ് നോട്ട് ബി വിസിറ്റിംഗ് ബട്ട് ഇറ്റ് ഈസ് ടു സ്റ്റേ ഹിയർ. അതിവിടെ പെർമനൻ്റ്ലി സ്റ്റേ ചെയ്യേണ്ട ഒന്നാണ്. ആൻഡ് ഇറ്റ് ഷുഡ് ഫർദർ മൂവ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടാസ്ക് എന്തൊക്കെയാണ് ഫെമിനിസ്റ്റ് ക്രിറ്റിക്സ് ചെയ്യേണ്ടത്? ഒരു പുതിയ ലാംഗ്വേജ് കണ്ടുപിടിക്കേണ്ടതിൻ്റെയും ഹൗ ടു ഇൻ്റഗ്രേറ്റ് വുമൻസ് ഇൻ്റലിജൻസ് ആൻഡ് എക്സ്പീരിയൻസ്, ദെയർ റീസണിങ് ആൻഡ് സഫറിങ്, ഇതിനെക്കുറിച്ചൊക്കെയാണ് ലൈൻ ഷോൾട്ടർ ഈ ഒരു എസ്സേയിൽ സംസാരിക്കുന്നത്. ഇനി ഈ ഒരു എസ്സേയിൽ തന്നെ അവർ മെൻഷൻ ചെയ്യുന്ന 2 ആസ്പെക്ട്സിനെ കുറിച്ച് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഈ ഒരു 2 സ്ലൈഡിലൂടെ ഷെയർ ചെയ്യാണ്. കാരണം സംടൈംസ് ഇത്തരം റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ അതിന് ആൻസർ ചെയ്യണം എന്നുള്ള ഭാഗത്തിലാണ്, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ അഡീഷണൽ പോയിൻറ്റ്സ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഓൾറെഡി ഈ ഒരു എസ്സേയിൽ മെൻഷൻ ചെയ്ത ഒരു ടേം ആയിരുന്നു സൈക്കോഡൈനാമിക് ക്രിയേറ്റിവിറ്റി, സൈക്കോഡൈനാമിക് ഫീമെയിൽസിൻ്റെ സൈക്കോഡൈനാമിക് ക്രിയേറ്റിവിറ്റി എന്നുള്ളത്. അപ്പോൾ എന്താണ് ഈ സൈക്കോഡൈനാമിക് ഫെമിനിസം? It has its philosophical roots in the second and third waves of feminism in the United States in psychoanalysis. Psychoanalysis എന്ന് പറയുന്നത് തന്നെ അറിയാം, മനസ്സുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ഹ്യൂമൻ സൈക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന് കോൺഷ്യസ്, അതുപോലെ സബ് കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് 3 ലെവൽസിലായിട്ട് നിൽക്കുന്നു അല്ലേ. സൈക്കോഅനാലിസിസിൻ്റെ ഫാദറായിട്ട് നമ്മൾ സിഗ്മണ്ട് ഫ്രോയിഡിനെയൊക്കെയാണ് പറയുന്നത് സൈക്കോഅനാലിസിസ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സൈക്കോഅനാലിസിസ് തിയറി അല്ലെങ്കിൽ ആ ഒരു സൈക്കോ അനാലിസിസ് എന്നുള്ള കോൺസെപ്റ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ ഫിലോസഫിക്കലി ഇവിടെ ഒറിജിൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് സൈക്കോഡൈനാമിക് ഫെമിനിസം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് സീക്സ് ടു ആർട്ടിക്കുലേറ്റ് ദ യുണീക്ക് എക്സ്പീരിയൻസസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ വൈൽ അറ്റ് ദ സെയിം ടൈം കോണ്ടക്ച്വലൈസിങ് ദോസ് എക്സ്പീരിയൻസസ് വിത്തിൻ എ സോഷ്യോ പൊളിറ്റിക്കൽ കൾച്ചറൽ ആൻഡ് എക്കണോമിക് ഫ്രെയിംവർക്ക്. അപ്പോൾ ഇവിടെ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഇൻറ്റേർണൽ എക്സ്പീരിയൻസ് എക്സ്റ്റേണൽ എക്സ്പീരിയൻസും രണ്ടും കൂടി മിക്സ് ചെയ്തുകൊണ്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യാനുള്ളൊരു ശ്രമമാണ്. To articulate the unique experiences of an individual at the same time contextualizing those experiences within a socio-political, cultural and economic framework. Okay, ഇപ്പോൾ നമുക്കറിയാം ഒരു ഫീമെയിൽ എന്ന് പറയുമ്പോൾ, സ്ത്രീ എന്ന് പറയുമ്പോൾ ആ സ്ത്രീയുടെ പ്രോബ്ലംസ് എന്ന് പറയുന്നത് ആക്ച്വലി തേർഡ് വേവ് ഫെമിനിസത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു. അതായത് സ്ത്രീകളുടെ പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഓരോ ഏരിയയിലും ഓരോ രീതിയിലാണ്. ഓരോ റേസിൽ വരുന്നവരും ഓരോ കൾച്ചറിൽ ജീവിക്കുന്നവരും അതേപോലെ തന്നെ ഓരോ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻസിൽ ഉള്ള സ്ത്രീകളുടെയും പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ അത് ഡിഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ സ്ത്രീകളുടെയും പ്രോബ്ലംസ് എന്ന് പറയുന്നത് സിമിലർ അല്ല. ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയിലുള്ള പ്രോബ്ലംസ് ആണ് വരുന്നത്. അപ്പോൾ അത്തരം ഒരു കോണ്ടക്ച്വലൈസിങ് അവരുടെ എക്സ്പീരിയൻസ് സോഷ്യോ പൊളിറ്റിക്കൽ കൾച്ചറൽ എക്കണോമിക് ഫ്രെയിംവർക്ക് ഇതിലെല്ലാം നിന്നുകൊണ്ടുള്ള അവരുടെ എക്സ്പീരിയൻസിനെ ആർട്ടിക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സൈക്കോഡൈനാമിക് ഫെമിനിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
Not simply a treatment for women, it has evolved since its inception in the late 1960s as a theoretical and clinical approach that addresses sexism, heterosexism, racism, classism and other injustice based on power differentials. അപ്പോൾ ഇത്തരം ഒരു മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സ് എവിടെയെല്ലാം വരുന്നു, റേസ് ക്ലാസ് അതുപോലെ സെക്സ്, ഇതിൻ്റെ ഭാഗമായിട്ടെല്ലാം എവിടെയെല്ലാം ഇത്തരം ഒരു പാർശ്വവൽക്കരണം കാണാൻ സാധിക്കുന്നു അവിടെയെല്ലാം ഈ ഒരു ട്രീറ്റ്മെൻറ്റ്, ഒരു സൈക്കോഡൈനാമിക് ട്രീറ്റ്മെൻറ്റ് അപ്ലൈ ചെയ്യുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു സൈക്കോഡൈനാമിക് ഫെമിനിസം എമേർജ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആൻഡ് വൺ അനദർ കോൺസെപ്റ്റ് ഇസ് അനാലിസിസ് ഓഫ് വിമൻ ആസ് സൈൻ ഇൻ സെമിയോട്ടിക് സിസ്റ്റം. അപ്പോൾ ഇതിൽ ഈ ഒരു എസ്സേയിൽ തന്നെ അവർ മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യമാണ് സൈൻ എന്ന് പറയുന്നത്, വുമൺ ആസ് സൈൻ. ആക്ച്വലി ഈ വുമൺ ആസ് സൈൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ്, ഓക്കെ, വുമൺ ആസ് സൈൻ നമ്മൾ പഠിച്ചതാണ്. സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ് എന്നുള്ളതിനെ കുറിച്ച് ഫെർഡിനാൻഡ് ഡെസിഷോ ഏത് രീതിയിലാണ് സിഗ്നിഫൈഡ് പറഞ്ഞത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. എന്നാൽ വിമൻ ആസ് സൈൻ എന്നുള്ളത് ഒരു പുതിയ ഒരു കൺസ്ട്രക്റ്റ് ആണ്, അല്ലേ? ഇറ്റ് ഈസ് എ സെമിയോട്ടിക് കൺസ്ട്രക്ട് ഡെവലപ്പ് ബൈ ഫെമിനിസ്റ്റ് സ്കോളേഴ്സ് ട്രൈങ് ടു എക്സ്പ്ലെയിൻ ദ വേസ് ഇൻ വിച്ച് വിമൻ സ്റ്റാറ്റസ് ഇൻ പാട്രിയാർക്കൽ സൊസൈറ്റി ഈസ് അണ്ടർസ്റ്റുഡ്, കമ്മ്യൂണിക്കേറ്റഡ് ആൻഡ് ആക്റ്റഡ് ഓൺ ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രാക്ടീസസ്. അതായത് ശരിക്കും വിമൺ ആസ് സൈൻ എന്ന് പറയുമ്പോൾ അതൊരു സെമിയോട്ടിക് കൺസ്ട്രക്റ്റ് ആയിട്ട് ഒരുപാട് ഫെമിനിസ്റ്റ് സ്കോളേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് വിമൺ ആസ് സൈൻ എന്ന് പറയുന്നത്. അതായത് ഒരു പാട്രിയാർക്കൽ സൊസൈറ്റി, മെയിൽ ഡോമിനൻറ്റ് സൊസൈറ്റിയിൽ സ്ത്രീ എങ്ങനെയാണ് മനസ്സിലാകുന്നത്, അവളുമായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അപ്പോൾ അവളുമായിട്ടുള്ള ആ ഒരു എല്ലാ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസും എങ്ങനെയാണ് നടക്കുന്നത്, അവൾക്ക് ഏത് രീതിയിലുള്ള അംഗീകാരമാണ് സൊസൈറ്റി നൽകുന്നത്, ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു ചിന്തയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് വരുന്നത്. ഫിലിം സ്കോളർ ലോറ മുൾവേസ് ആപ്ലിക്കേഷൻ ഓഫ് സൈക്കോ അനാലിസിസ് ടു ഫിലിം തിയറി. ഓക്കെ, അപ്പോൾ ലോറ മുൾവേ അവരുടെ ഒരു ഫിലിം സ്കോളറാണ്, ഫിലിം തിയറിസ്റ്റ്. അവർ ഈ ഒരു സൈക്കോ അനാലിസിസ് അപ്ലൈ ചെയ്തുകൊണ്ട് ഫിലിം തിയറിയിലേക്ക് അപ്ലൈ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കോൺസ്ട്രക്റ്റ് ശരിക്കും ഒറിജിനേറ്റ് ചെയ്യുന്നത്. സോ ഹെർ തിയറി വാസ് ഫൗണ്ടേഷണൽ ടു ദി കൺസ്ട്രക്ട്സ് ഡെവലപ്മെൻറ്റ്. Okay, and Mulvey argued that woman stands in patriarchal culture as signifier for male other within a symbolic system in which men are permitted to live out their fantasies of domination both linguistically and through images they create. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന മൾവയുടെ കാഴ്ചപ്പാടനുസരിച്ച്, ലോറ മൾവേ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റി എന്ന് പറയുമ്പോൾ അവിടെ പാട്രിയാർക്കൽ സൊസൈറ്റിയിലെ ഒരു സിഗ്നിഫയർ മാത്രമാണ്, സിഗ്നിഫയർ ഫോർ ദ മെയിൽ എന്ന് പറഞ്ഞ സിഗ്നിഫൈഡ്. ഓക്കെ, മെയിൽ എന്ന് പറഞ്ഞ സിഗ്നിഫൈഡിന് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സൂചകം മാത്രമാണ് ഒരു സ്ത്രീ. ഫീമെയിൽ ആക്ട്സ് ആസ് എ സിഗ്നിഫയർ ഫോർ ദ മെയിൽ അതർ എന്നുള്ളതാണ് ലോറ മുൾവയുടെ കൺസെപ്റ്റ് ഉണ്ടായിരുന്നത്. ഓക്കെ, എന്നാൽ ഒരു പുരുഷൻ എന്ന് പറയുമ്പോൾ അവൻ എല്ലാ രീതിയിലുള്ള ലിംഗ്വിസ്റ്റിക് അതുപോലെ എന്തെല്ലാം രീതിയിലുള്ള ഫാൻറ്റസീസിലെല്ലാം അവന് പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ എത്ര സ്വാതന്ത്ര്യം അവന് എടുക്കാൻ പറ്റുമോ അതെല്ലാം അവന് എടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ അവൾ ഒതുങ്ങിക്കൂടേണ്ടവളായിരുന്നു. ഓക്കെ, ഒതുങ്ങിക്കൂടേണ്ടവളാണ് ഈ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ. ആ ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കോൺസെപ്റ്റ് എമേർജ് ചെയ്യുന്നത്. ഫെമിനിസ്റ്റ് ആന്ത്രപ്പോളജിസ്റ്റ് എലിസബത്ത് കവേ ആൻഡ് കോയിൻഡ് ദ ടേം വുമൺ ആസ് സൈൻ ഓൺ ദ ബേസിസ് ഓഫ് ഹർ വർക്ക് വിത്ത് ക്ലോഡിയ ലെവി-സ്ട്രോസ് on kinship systems that featured the exchange of women. Example, a bride leaves her father's house to live in her husband's house. നമുക്കറിയാലോ, വിവാഹം കഴിഞ്ഞ് എപ്പോഴും സ്ത്രീകൾ എപ്പോഴും അവരുടെ സ്വന്തം വീട് വിട്ടുകൊണ്ട് മറ്റൊരു വീട്ടിൽ പിന്നെ അവിടെയാണ് വാഴേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ക്ലോഡിയ ലെവി-സ്ട്രോസ് അതുപോലെ തന്നെ എലിസബത്ത് കവേ ഇവർ രണ്ടുപേരും കൂടിയിട്ട് കോയിൻ ചെയ്തിട്ടുള്ള ഒരു ടേമാണ് വുമൺ ആസ് സൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം. ഇത് മുഴുവനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല. ലോറ മൾവേയുടെ ആ ഒരു തിയറിയിൽ നിന്നുമാണ് അവർ പറയുന്നത് വുമൺ ആക്ട് ആസ് എ സിഗ്നിഫയർ ഫോർ ദ മെയിൽ അതർ എന്നതാണ് മൾവേയുടെ കൺസെപ്റ്റ്. അപ്പോൾ അതിൽ നിന്നുമാണ് ഇങ്ങനെ വുമൺ ആസ് സൈൻ എന്നുള്ള ഒരു ടേം വരുന്നത്. അത് കോയിൻ ചെയ്തത് എലിസബത്ത് കവയാണ്. രണ്ടുപേരും കൂടിയിട്ടാണ്, ക്ലോഡിയ ലെവി-സ്ട്രോസും കൂടിയിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ദീസ് ആർ സം അഡീഷണൽ പോയിന്റ്സ് വിച്ച് വി ഷുഡൻറ്റ് omit as a part of studying this essay. Okay, I hope this is clear to you. Thank you.